അതെ ആ അർദ്ധരാത്രി സമയത്ത് നിശീതേ തമവുദ്ഭൂതേ ഉദ്ഭൂതമായിരിക്കുന്ന എന്താർത്ഥം തമസ് അർദ്ധരാത്രി സമയം. ആ അർദ്ധരാത്രി സമയത്ത് ഭഗവാൻ അവതരിച്ചു. വസുദേവൻ ആ ഭഗവാനെ ശങ്കരപ്രകൃതാപുഷ്പങ്ങളോടുകൂടി കാണാണ്. കണ്ട വസുദേവനോ കാരാഗ്രഹത്തിൽ ബന്ധനത്തിലാണെങ്കിലും തലയൊന്ന് താത്തി ഭഗവാനെ സ്തുതിച്ചു. എന്താ മനസ്സുകൊണ്ട് ഒരുപാട് ദാനമൊക്കെ ചെയ്തു. വിദിതോതിഭവൻപുരുഷപ്രകൃതേ പര കേവലാനുഭവാനന്ദ സ്വരൂപസർവബുദ്ധിർക്ക്. സർവേശ്വര അങ്ങ് ആരാണ്? പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പരമപുരുഷനാണ്. എൻ്റെ പുത്രനായിട്ട് ഇവിടെ അവതരിച്ചു എന്ന് വിചാരിച്ചാലും അങ്ങേ അറിയണമെങ്കിൽ അനുഭവം കൊണ്ട് മാത്രം, കേവലാനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന ആനന്ദ സ്വരൂപനാണ് അങ്ങ്. സർവബുദ്ധിക്കും സാക്ഷിയാണ്. ആ അങ്ങെന്തീനോ സയേവത്വപ്രകൃതേദം സൃഷ്ട്വാക്രിയേത് ഗുണാത്മകം. സ്വന്തം മായാശക്തി കൊണ്ട് ആദ്യഭാഗത്ത് ത്രിഗുണസ്വരൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് തദനുത്വം പ്രവിഷ്ടൈവ ഭവ്യത്തെ. എല്ലാ വസ്തുക്കളിലും പ്രവേശിക്കാതെ തന്നെ പ്രവേശിച്ചു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വിളങ്ങുന്നു. എന്താർത്ഥം? എല്ലാവരിലും ആത്മാവുണ്ട്. എന്നാൽ ആത്മാവിനെ ആർക്കെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? അറിയില്ലേ? അങ്ങനെ പറയണം. യതീമേ വികൃതാമാവ തഥാ തേ വികൃതൈസഖാം നാനാവീര്യാവൃതഭൂത വിരാജം ജനയന്തി. ആത്മചൈതന്യത്തോടു കൂടിയിട്ട് വികൃതങ്ങളായിട്ടുള്ള പ്രപഞ്ചഭാവങ്ങള്, എന്താണ് ഭൂതതന്മാത്രകള്, പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, ആ ഇന്ദ്രിയങ്ങളുടെ ദേവതകള്, ഇതൊക്കെ കൂടിയിട്ടാണ് ഭഗവാൻ വിരാട് പുരുഷനെ സൃഷ്ടിക്കുന്നത്. ആ വിരാട് പുരുഷനിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു വസ്തു ഉണ്ടായി എന്ന് പറയേണ്ട കാര്യമില്ല. എന്താ കാരണം? പരമാത്മാവായ ഭഗവാന്റെ അതൊക്കെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്തേക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ബുദ്ധി കൊണ്ട് ഊഹിച്ചെടുക്കുന്ന ആ ലക്ഷണങ്ങളാൽ ഭഗവാനെ എന്ത് ചെയ്യണം? ആ ഓരോരോ വസ്തുവിലും അനാവൃതത്വാൽ ബഹിരന്തരം മതേ, ആവരണമില്ലാതെ, എന്താണ് അകോ പുറോ ഒന്നുമില്ലാത്ത ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയം സച്ചിദാനന്ദ സ്വരൂപനുമായ ആത്മാവാണെന്ന് എന്ന് ഊഹിക്കണം, അറിയണം. എന്നിട്ടോ ഭഗവാൻ കംസനെ പരുണ്ട്. ആ കംസൻ വന്നൂന്ന് വരാം. അതുകൊണ്ട് നോക്കൂ, ബാലഭാവം സ്വീകരിക്കണേ. ഈ ഭാവം മാംസകൾക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയുമ്പോഴേക്കും ദേവകി ഒന്ന് സ്തുതിച്ചു. രൂപം വ്യക്തപ്രാപുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർഗുണം നിർവികാരം. വികാരങ്ങളില്ലാത്ത നിർഗുണമായിരിക്കുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ അവ്യക്തം എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ തത്വമാണ് ഭഗവാനെ അങ്ങയുടെ ഈ സ്വരൂപം. ഇതെങ്ങനെയാണ്? സത്താമാത്രം നിർവിശേഷം നിരീകം സത്വം സാക്ഷാൽ വിഷ്ണുരത്നദീപ. ആത്മാ അന്വേഷണം നടത്തുന്നവർക്ക് പ്രകാശത്തെ കൊടുക്കുന്ന ശുദ്ധതത്വ സ്വരൂപനായിരിക്കുന്ന വിഷ്ണുവാണെന്ന് ആ നിർഗുണ ബ്രഹ്മം തന്നെയാണ്. എപ്പോഴേ ആ ഭഗവാന്റെ അവസ്ഥ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. നട്ടേ ലോകേ തിപരാർത്ഥാവസാനേ. ബ്രഹ്മാവിന്റെ ആയുസ് അവസാനിക്കുന്ന കാലത്ത് ഈ ലോകം മുഴുവൻ ആ മഹാഭൂതേഷു മഹാഭൂതങ്ങള്, ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം, ഇതെല്ലാം ആദിഭൂതത്തിൽ ലയിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ്? കാലത്തിന്റെ വേഗത്തില് വ്യക്തം അവ്യക്തത്തിൽ ലയിക്കുമ്പോൾ ആരെയുള്ളൂ? ഭവാനേക ശിഷ്യസഞ്ജ. ശേഷൻ എന്ന പേരില് അറിയപ്പെടുന്ന അങ്ങ് മാത്രം ശേഷിക്കുന്നു. അകമേവാകമേവാഗ്രേ നാണ്യൽപരം സദസൽപരം. ആ തത്വത്തെ ഒന്ന് വിശേഷിപ്പിക്കലാണ്. എന്താ? എല്ലാം നമ്മളല്ലേ. മരിച്ചു എന്ന് പറയണോ? മരിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. എന്തേ ഉള്ളൂ?
ഈ ശരീരം വിട്ടു. ആ ശരീരത്തിലുള്ള തേജസ് ഏകവും സച്ചിദാനന്ദമായ അതിലേക്ക് പോയി. ഇത് മാത്രമേ പറയേണ്ടുള്ളൂ. മരണം എന്ന് പറഞ്ഞൊരു വസ്തുവിന്റെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. മഹാഭൂതങ്ങൾ എങ്ങനെയായിട്ടും കാലവേഗത്തിൽ ഒക്കെ ലയിക്കും. എന്താണ്? മഹാഭൂതങ്ങൾ പുറത്തുമുണ്ട്, ഉള്ളിലുമുണ്ട്. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം ലയിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്? അവ്യക്തേ. ആ ജീവൻ എവിടെ ചെയ്യുന്നു? അവ്യക്തത്തിൽ പോയി ലയിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിന് ജനന മരണങ്ങളില്ല ആത്മാവിന്. ഈ ഭാവത്തിലാണ് സ്തുതി. അപ്പൊ അങ്ങനെ വരുന്ന മനുഷ്യൻ കേട്ടോ, യോജങ്കാലേ വ്യക്തബന്ധോ ചേട്ടാമാകുഞ്ചേട്ടതേന വിശ്വം. അവ്യക്തബന്ധോ അയം യാ കാല. എന്താ പറഞ്ഞത്? ഈ യാതൊരു കാലമുണ്ടോ അത് അങ്ങയുടെ ചേട്ടയായിട്ട് കാണുന്നു. എന്താ അർത്ഥം? വ്യക്തം അവ്യക്തം വ്യക്തമാവുന്നത് എപ്പോഴാ? ഭഗവാൻ ഒന്ന് കണ്ണു തുറക്കുന്ന സമയത്താണ്. അതിനെ തന്നെയാണ് കാലം എന്നും പറയാ. ആ കാലം എങ്ങനെയാണ്? നിമേഷാതിർവത്സരന്തോ മതീയാൻ സന്ദേശാനം ക്ഷേമധാമം പ്രപത്തി. ഒരു നിമിഷം തൊട്ട് വത്സരം വരെയുള്ള ആ കാലസ്വരൂപത്തിൽ വിളങ്ങുന്ന എല്ലാത്തിനും ഈശനായ അങ്ങയുടെ ക്ഷേമധാമത്തെ ഞാനും ചരണം പ്രാപിക്കുന്നു. എന്തിനാ ചരണം പ്രാപിക്കുന്നത്? അതും ദേവകി പറയണം. മർത്യോ മൃത്യുവ്യാളപീഠപരായൻ ലോകാൻ സർവാൻ നിർഭയം മധ്യഗച്ഛൽ. ഏത് ലോകത്ത് പോയാലും ആ മരണമാകുന്ന വ്യാളത്തെ പേടിക്കുന്ന മനുഷ്യന് ഒരു ശരണമില്ല. കാരണം എന്താ? മരണവയില്ലാണ്ടാക്കാൻ ആർക്കേ കഴിയുള്ളൂ? ഒരൊറ്റ ആൾക്ക് മാത്രം. എപ്പോ? ത്വൽപാദഭ്യം പ്രാപ്യയരക്ഷയത്യ സ്വപ്നച്ചേതേ മൃത്യുരത്മാനവൈരി. ത്വൽപാദാഭ്യം യദൃച്ഛയാ പ്രാപ്യ. എന്താ? അങ്ങനെ ഒരു കാല ഭക്തനായിട്ടാണ് മാറുക. എന്നിട്ടോ സ്വസ്ഥനായിട്ടിരിക്കുക. യാതൊരു വലിപ്പമോ ഇല്ലാതെ ആ ഭക്തനിരിക്കാൻ കഴിയും. എപ്പോഴും ഒരു ചിന്മാനന്ദ സ്വാമിയുടെ അവസാനത്തെ ഒരു കത്ത് കോയമ്പത്തൂര് ആര്യവൈദ്യപാർട്ടി കൃഷ്ണകുമാറിൻ്റെ അമ്മ വേർച്ചേരിക്ക് വന്നിരുന്നു. അന്ന് ഞാനവിടെ ഉള്ള കാലം. അപ്പൊ അവര് ആ കത്ത് കാണിച്ചു തന്നു. എന്താ കത്ത്? അതാണ് മരണത്തെ പേടിയില്ല. അദ്ദേഹം എന്താ വിചാരിച്ചാൽ, even though my health is crawling day by day, I am trying to hear the sweet noise of the മുരളീന. ഇപ്പോഴും ഞാൻ അധികം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇന്നോ നാളെ ഞാൻ മരിക്കും. പക്ഷെ മരിക്കുകയാണെങ്കിലും ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്തിനറിയും? കൃഷ്ണന്റെ ഉടക്കൊഴിന്റെ നാദം കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതെനിക്ക് എന്നിട്ട് അത് ഞങ്ങൾക്ക് എന്തോ കണ്ട് അപ്പോഴായി കത്ത് കാണിച്ചെന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും മരിച്ചു എന്നും പിറ്റേ ദിവസവും പേപ്പറിലും വന്നു. അപ്പൊ എപ്പോഴും എന്താ പറയുക? അതാണ് സ്വത്തേ. ഭഗവാന്റെ ആ ഭക്തി അങ്ങനെ പൂർണ്ണമായാൽ പിന്നെ അവിടെ സ്വസ്ഥതയാണ്. എന്തോ വന്നാലും വേണ്ടില്ല. താൻ ജനിക്കണമില്ല, മരിക്കണമില്ല. ആ ഭഗവാന്റെ പാദപത്മങ്ങളില് താൻ നേരത്തെ എത്തിയിരിക്കണം. അതാണ് ദേവകി പറയുന്നത്. സ്വത്തേ മൃത്യു ആത്മാൻ അപരീതീന. മരണം പിന്നെ ആ മനുഷ്യന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എന്നെ ആ ജീവാത്മാവ് മുക്തനായി കഴിഞ്ഞു. സത്യം ഘോരാതുപ്രതേനാത്മജന്മ രാഗേത്രവിശ്രാതകാട്ടി രൂപം ചേദം പൗരുഷം ധ്യാനയജ്ഞം മഹാപ്രത്യക്ഷം ഭഗവാനെ ആ കംസനെ പോലുള്ള മാംസകൃത്തിനൊക്കെ ആത്മസ്വരൂപമായിരിക്കുന്ന അങ്ങനെ രൂപം കാണിച്ചു കൊടുക്കരുതേ. ആ ബാലഭാവം സ്വീകരിക്കണേന്നൊക്കെ പറഞ്ഞ പ്രത്യേകം ഭഗവാൻ ഒരു അമ്മേ, എന്താ നിങ്ങൾ രണ്ടാളും കഴിഞ്ഞ ജന്മത്തില് എന്നെ പുത്രനായിട്ട് ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് അവതരിച്ചിട്ടുണ്ട്. കൃഷ്ണി എന്നുള്ള ഭാഗത്തിൽ സ്വയംഭവ മണ്ഡലത്തിൽ കൃഷ്ണി കൽപ്പന എനിക്ക് പേരും കിട്ടി. അന്ന് നിങ്ങൾ എന്നെ മോക്ഷത്തിന് വേണ്ടിയിട്ട് പ്രാപിച്ചില്ല. അതിൻ്റെ മുന്നത്തെ ജന്മത്തില് അതിഥിയും കശ്യപനുമായി അന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതേ സ്വരൂപം കാണിച്ചു തന്നു. പക്ഷെ നിങ്ങളെന്താ പറഞ്ഞത്?
പിച്ചെടുക്കാൻ വിടുകയും ചെയ്ത ഊതായനോ കഴിച്ചിട്ടേ അവനവസാനത്തെ ഈ രൂപം ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നു. അന്ന് പിച്ചെടുത്ത സ്വർഗം ദേവേന്ദ്രന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുക ചെയ്തത്. ഈ ജന്മത്തിലെങ്കിലും ആ അബദ്ധം പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രൂപം കാണിച്ചത്. എന്തിനറിയോ? എന്നെ പുത്രഭാവത്തിലും ആത്മഭാവത്തിലും ഉപാസിച്ച് നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാനാണ്. ഇനി എൻ്റെ അവതാരത്തിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബാലഭാവം സ്വീകരിക്കും. പെട്ടെന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലൊക്കെ തുറക്കും. എന്നെ കൊണ്ടുപോയിട്ട് ഗോകുലത്തിൽ കൊണ്ടുപോയി കിടത്തണം. അവിടെ യശോദ പ്രസവിച്ചൊരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയെ ഇവിടെയും കൊടുന്ന് കിടത്തണം. ഇത് പറയലും ബാലഭാവം സ്വീകരിക്കലും കഴിഞ്ഞു. കംസന്റെ ഭൃത്യന്മാര് കൂട്ടം വിളിച്ച് കിടന്നുറങ്ങണ്ട കേട്ടോ. ആ സമയത്ത് ഘോരമാരികിട്ട തിങ്ങി വിങ്ങി പത ഭംഗി കേറുമിട്ടി മിന്നലും മേളമോട്ടു ജലധാരമാരികളും എത്രയും ബഹുമനോഹരം. ആ പ്രകൃതി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അതിഗംഭീരമായിട്ടുള്ള മഴ, ഇടിമിന്നല്. ഇതിലൊന്നും കേട്ടിട്ട് ഈ ഉറങ്ങണ സാധനങ്ങളൊന്നും അറിഞ്ഞില്ല. എൻ്റെ അർത്ഥം ആത്മഭാവത്തെ ആരും അറിയുന്നില്ല. ആത്മഭാവത്തെ അറിയേണ്ടതിന് പകരം ബാക്കിയൊക്കെ അറിയും ചെയ്യും. ഗുരുവായൂർ പോയാൽ എന്താ ഗുണം? ഈ ഗുണം അന്വേഷിച്ചിട്ടേ കേവന്മാര് നടക്കൂ. ആ ഒരു തത്വമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതാണ് ലോകത്തിന്റെ സ്വഭാവമാണത്. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഭഗവാനെ അറിയില്ല. ഭഗവാനെ എവിടേക്കാ കൊണ്ടേക്കുക? ഗോകുലത്തിലേക്ക് കൊണ്ടേക്കുക ചെയ്യുക. 2-3 അർത്ഥമുണ്ട്. ഈ ഗോ എന്നുള്ള വാക്കിന് 40 അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. ജ്ഞാനെന്നർത്ഥമുണ്ട്, ഭൂമി എന്നർത്ഥമുണ്ട്, പശു എന്നർത്ഥമുണ്ട്, അതേ സമയത്ത് ഇന്ദ്രിയം എന്നും അർത്ഥമുണ്ട്. ഗോകുലം എവിടെയാ ശരിക്ക്? ഇന്ദ്രിയങ്ങളുടെ പുരം തന്നെയാണ്. അവിടെ പോയി നമ്മളൊരു ചൈതന്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ? ആ ഇന്ദ്രിയങ്ങളിലേക്ക് ഈ ചൈതന്യം മുഴുവനെ പോണത്. എന്നിട്ടോ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എത്രത്തോളം അനുഭവിക്കാൻ പറ്റുന്നതാണ് വിചാരം മുഴുവൻ ഉണ്ടാവുക. അതിന് പകരം എവിടേക്കാണ് പോകേണ്ടത്? ശരിക്കുള്ള ഗോകുലത്തിലേക്ക് പോകണം. ജ്ഞാനം. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളൊക്കെ എന്തിനാ? ജ്ഞാനം സമ്പാദിക്കാനാ. അതുകൊണ്ടാണ് ഗോപസ്ത്രീകളെ ഇത്ര ഭക്തകളായിട്ടാണ് ചിത്രീകരിക്കുക. ബാക്കി ഭാവത്തിൽ നോക്കുമ്പോൾ എന്താ? ഒന്നും അറിയാത്തവരാണ്. പയ്യനെ കുളിപ്പിക്കാനും പയ്യനെ കറക്കാനും മാത്രമേ അറിയുള്ളൂ. പക്ഷേ ശരിക്കും അറിയേണ്ടത് അറിഞ്ഞവരാണ് ആര്? ഗോപസ്ത്രീകള്. എന്താ അറിയേണ്ടത്? അവരാത്മാവാണ്. അവർ ഈ ശരീരമല്ല, ആത്മാവാണ് എന്നുള്ള ഭാവത്തിൽ. അതാണ് എന്നെ ഗോകുലത്തിൽ കൊണ്ടുപോയി ആക്കണം. അവിടെ യശോദ പ്രസവിച്ച പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഇവിടെയും കൊടുത്താക്കണം. കേട്ടു. വസുദേവൻ ഭഗവാനെ എടുത്ത് പുറത്തേക്കാണ് ഇറങ്ങി. സംരക്ഷണ ഭഗവാൻ ആ കുട്ടയൊക്കെ പിടിച്ചങ്ങനെ നടക്കണു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാളിന്തിയിലെത്തി. കാളിന്തി എങ്ങനെയാണ്? നല്ല പെരുമഴയാണ്. അക്കരി ഇക്കരി മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. കൂലങ്കൗകാപി കളിന്ത കന്യ തടീയ കുൽഭദ്വയസോദകാഭൂൽ. കാളിന്തിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും അക്കരയും ഇക്കരയും മുട്ടി നിൽക്കുന്ന കാളിന്തി ഞെരിയാടിക്ക് വെള്ളമായിട്ടാണ് മാറിയിട്ടത്. ഒരു വഴി വട്ടേവൻ ആ നന്ദഗോകുലത്തിലെത്തി. യശോദ പ്രസവിച്ചിരുന്നു. പക്ഷേ നതലിംഗം പരിക്രാന്ത നിത്യയാപഗതസ്മൃതി. യശോദ എന്ത് കുട്ടിയാന്ന് അറിഞ്ഞിട്ടില്ല. ഒരു മയക്കത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ഭഗവാനെ അവിടെ കൊണ്ടുപോയി കിടത്തി. ആ പെൺകുട്ടി എടുത്ത് വസുദേവൻ ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടെ വന്നപ്പോഴേക്കോ കാരാഗ്രഹത്തിൽ ദേവകിയുടെ അടുത്ത് അവിടെ കിടത്തിയപ്പോഴേക്കും പെൺകുട്ടി കരയാൻ തുടങ്ങി. കാരാഗ്രഹമൊക്കെ പഴയ മാതിരിയായി. കംസന്റെ ആൾക്കാരൊക്കെ അറിഞ്ഞു. അതും നല്ല തത്വമാണ്. മായയുടെ കരച്ചിലെല്ലാവരും കേൾക്കും. വന്നാ പൂജ കഴിഞ്ഞോ എന്നല്ല, ചായ ആയോ എന്ന് ആദ്യം നോക്കാം. അതെ, പിന്നെ ചായ കഴിച്ചിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പൊ നമ്മുടെ ഒക്കെ അവസ്ഥതാണ്. ഈ മായയുടെ കരച്ചില് എല്ലാം സംസാരത്തിലുള്ള ബന്ധമുണ്ടാക്കുന്ന സർവവസ്തുക്കളോ ആരും പ്രേരിപ്പിക്കാതെ തന്നെ നമ്മളെ ആകർഷിക്കും. കംസന്റെ ആൾക്കാരറിഞ്ഞു. കംസനോട് പോയി പറഞ്ഞു, ഇതാ ദേവകി ശ്രമിച്ചിരിക്കണു. കംസനോ ആ വസ്ത്രം കൂടി നേരെ തെറ്റിയിട്ടില്ല. അത്ര ആ മുടിയൊക്കെ കഴിച്ചിട്ട് അതൊന്ന് കെട്ടി വെച്ചിട്ടില്ല. എന്നിട്ട് ഊട്ടി വന്നു. എന്നിട്ടോ എവിടെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട്
ദേവകിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ച് വലിച്ചെടുക്കുകയാണ്. ദേവകിയോ കരഞ്ഞു പറഞ്ഞു, ചേട്ടാ ഇത് പെൺകുട്ടിയാണ്, ആൺകുട്ടിയല്ലേ ചേട്ടനെ കൊല്ലെന്ന് പറഞ്ഞത്, ഇതിനെങ്കിലും കൊല്ലരുതേ, 5-6 കുട്ടികളെ കൊന്നില്ലേ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കരയണം. കരയുമ്പോഴും ആദിച്ചിരേ കല എന്തായി, ആദിച്ചിരേ എന്നുള്ളത് പിടിച്ച് വലിച്ചെങ്ങനെ എടുത്തു ആ 2 കാലും കൂട്ടിയിട്ടേ. എന്നിട്ട് സാധാരണ രാത്രി ആ പാറപ്പുറത്ത് പോയി അടിച്ചു കൊണ്ടുവരാണ്. കാല് പിടിച്ച് ആ കുട്ടിയെ അങ്ങോട്ട് കൊല്ലാൻ തുടങ്ങിയതാണ്. പെട്ടെന്ന് കുട്ടി ആകാശത്തേക്കാണ്ട് വരുന്നു. കംസനോ ദേവീ ദർശനം കിട്ടുകയും ൈരരികുലഭയദം മൗലിഭത്തെന്തുരേകം ചങ്കം ചക്രം കൃപാണം ഋഷികമഭികരൈരുദ്ധകണ്ടിന്ദ്രിനേത്ര. 10 കയ്യിലെ 10 ആയുധങ്ങളുമായിട്ട് തൊടുത്ത പട്ടുകൊടുത്ത് ആ ദേവി ആകാശത്തിലങ്ങനെ നിൽക്കണോ. കംസനെ ഉയർത്തി കയ്യൊന്ന് തൊഴുതു. എന്തായാലും കൊല്ലാൻ ഉയർത്തിയിട്ടാണ് തൊഴുതങ്ങനെ നിൽക്കണം. അപ്പോഴാണ് ദേവി പറഞ്ഞു, അരിർമകീയാനജനിഷ്ടഭൂമോ തവോചിതം സംപ്രതി ചിന്തയേതി. കംസ, എൻ്റെ ശത്രുഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, ആ കുട്ടിയെ പോയി തെരഞ്ഞോ. എന്തിനാ ഞങ്ങളെ പോലുള്ള കുട്ടികളെയൊക്കെ കൊന്നിട്ട് പാവം ഉണ്ടാക്കണത് എന്നും പറഞ്ഞ് എനിക്കിപ്പം തന്നെ കൊല്ലാൻ വയ്യാഞ്ഞിട്ടൊന്നുമില്ല. നിയമ്യതാമാതുലഗിത്യമർഷം പ്രസേതുഷീമാം അവദച്ച ബാല. അറിയണം, ഞാൻ കോക്കുതുക്കുക. എന്താ കാരണം, മോളിക്ക് വരുന്ന മാതിരി താഴ്ത്തക്കാണ് വന്നാൽ നീ പോവും. പക്ഷെ എന്നെ കൊന്നു, അമ്മാവിനെ കൊന്നു ചീത്ത പേര് എനിക്ക് വേണ്ട. അതിന് ഇവിടെ ഒരാൾ ജനിച്ചിട്ടുണ്ട്, അയാളെ പോയി തെരഞ്ഞോളൂ എന്നും പറഞ്ഞ ദേവി മോളിക്കാണ്ട് ഉയർന്നു. പല ക്ഷേത്രങ്ങളിലും ഇന്നും ആ ദേവി അതാത് ദേശത്തിന്റെ നാമത്തോട് കൂടിയിട്ട് കഴിയുന്നു എന്ന് പറയാണ്. ലോകത്തിന് മുഴുവൻ വിഗ്രഹം കൊടുത്തിട്ട് അതാണ് ചോറ്റാനിക്കര ഭഗവതി, അല്ലെ ഒക്കെ ഭഗവതിയാ, മുല്ലക്കാപ്പുറപ്പടി ഭഗവതി, എല്ലാം അതാത് സ്ഥലത്തല്ലേ അറിയപ്പെടുള്ളൂ. തട്ടകത്തിന്റെ ദേവതയാണ്. അതെന്താ, എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു കഴിയുന്നു എന്ന് പറയാണ്. ഇതാണ് കഴിഞ്ഞതിന് ശേഷം കംസനോ ദേവി പോയി വേഗം ദേവിയുടെ കാലി പിടിച്ചുകൊണ്ട് മനസ്സൊന്ന് നേരെയിട്ടെ. ആദ്യം തോന്നി കഷ്ടം, ആ ദേവകി പറഞ്ഞു തന്നെ ഇരുന്ന നല്ലത്, ആ പെൺകുട്ടിയെ കൊല്ലേണ്ടിയിരുന്നില്ല. അപ്പം അതുകൊണ്ടല്ലേ ശത്രു ഉണ്ട് എവിടെയാണെന്നും അറിയില്ല, പരിഭ്രമിച്ച് ഇവിടെ വന്നു. ദേവിയുടെ കാലം പിടിച്ചുകൊണ്ട് മനസ്സൊന്ന് ശുദ്ധായി. ദേവകിയും അതുപോലെ തന്നെ വസുദേവനെയും കാരാഗ്രഹത്തിൽ നിന്ന് അഴിച്ചു. ദേവകി വസുദേവന്മാരെ അടിയാമെന്നെ വിളിക്കുന്നത് ഭാമാണെന്ന് വിളിയുണ്ട്. ശരിക്ക് ഈ നമ്മളെ കുറച്ച് ആൾക്കാർ അതുപോലെ പോയി വിളിക്കുന്നത്, നോക്കൂ നിങ്ങളോട് വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എന്താ കാരണം, നിങ്ങളെ ഇത്ര കുട്ടികളെയൊക്കെ കൊന്നത് അതിപ്പോൾ എൻ്റെ മുഴുവൻ കുറ്റമല്ല. എന്താ കാരണം, ഈശ്വരൻ പൊടി പറയുന്നു വിചാരിച്ചില്ല എന്നാണ്. ദൈവമപ്യനൃതം ഭക്തി നമർത്യായേവ കേവലം. മനുഷ്യൻ മാത്രമല്ല പൊടി പറയണത്, അശരീരി അസത്യാവെന്ന് ഞാൻ വിചാരിച്ചോ. അതുകൊണ്ടല്ലേ ദേവകി അപകടമൊക്കെ ഉണ്ടായത്. പിന്നെ ഒരു കാര്യമുണ്ട്, ആർക്കും ജനിച്ചാൽ എപ്പോഴായാലും മരിക്കണം. അപ്പം നേരത്തെ മരിച്ചാൽ അത് ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. അത്രയും പ്രാരബ്ധം കമ്മിയായില്ലേ എന്നാണ്. എപ്പോഴും അങ്ങനെയാണ്. ക്ഷണമപ്യവതിഷ്ഠതേശൻ ഖലു ജന്തു സഖിഭക്യവാനസൗ. എന്താ, മരണം പ്രകൃതി ശരീരിണ വികൃതിർജീവിതമുച്യതേ ബുധൈ. ഈ മരണം മനുഷ്യന്റെ പ്രകൃതിയാണ്. അപ്പൊ നേരത്തെ നശിച്ചാൽ അവർക്ക് അത്രയും പ്രാരബ്ധമുള്ളൂ എന്ന് കരുതിയാൽ മതി. കംസനെ പോലുള്ളവർ ഇത് ഉപദേശിക്കാൻ മിടുക്കന്മാരത്രേ. പക്ഷെ അവര് അയാൾ മരിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ദേവകിയുടെ കുട്ടികളെ മുഴുവൻ വന്നത്, അല്ലേ? മറ്റുള്ളവർക്ക് ആ ഉപദേശം കൊടുക്കാൻ അതികേമന്മാരാ. പവിത്ര ഭാഗവതക്കാരെ പോലെ തന്നെ കേമാക്കും. അങ്ങനെ അടുത്ത് ചെന്ന് നോക്കിയാലല്ലേ അറിയുള്ളൂ ഇതിനെ അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണ്. വളരെ അപ്പൊ എപ്പോഴും എന്താ അറിയോ, ആ സിംപ്ലിസിറ്റി ഉണ്ടാവില്ലേ. ആദ്യം ഭാഗവത്തിനൊക്കെ വേണ്ടത് സിംപ്ലിസിറ്റിയാ. ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ, ഇവിടെ ഒരു മേലേക്ക് 4 നമ്പൂരിയുണ്ട്, കഷ്ടപ്പെടാണ്. മൂപ്പർ എവിടെ വെച്ചാൽ ആ മുണ്ടും ഞെട്ടി എവിടെ വെച്ചാൽ ഒരു തോർത്തി ഉണ്ടാവുള്ളൂ, മഞ്ഞമുണ്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു തോർത്ത് വിട്ടിട്ട് എവിടെ പോയി വെച്ചാൽ എന്താ കിട്ടിയിട്ടാൽ ആകാശത്തിൽ ആ കാർത്തിക ചിട്ടിയുണ്ട് നിരത്തി ഒരു വായും വെച്ച് എവിടെ വെച്ചാൽ അവിടെ കിടന്നോളും.
അങ്ങനെ ഒരു സ്വഭാവം എവിടെ. അതുകൊണ്ട് അധികം തപ്പാത്തൊന്നും ആൾക്കാർ വിളിക്കില്ല. ആൾക്കാർക്ക് ഈ കലാപ്രകടനമല്ലേ അധികം വേണ്ടത്, അധികം അത്രേ വേണ്ടുള്ളൂ. അങ്ങനെ അത്രേ പൂവുള്ളൂ കേട്ടോ. അദ്ദേഹം കുളിക്കാനൊരു കുളം ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കും. കുളം അല്ലിച്ചാൽ ഞാൻ ചേട്ടോ തപ്പാത്തിനാണോ, കുളത്ത് കുളിച്ചിട്ടേ തപ്പാത്തിനിരിക്കും. അപ്പൊ എപ്പോഴും എന്താ അറിയോ ഇവിടെ പറയണ, കംസാൻ ദേവനെയൊക്കെ വാക്ക് തരേന്നും പറഞ്ഞിട്ട് വിടുകയാണ്. നിങ്ങളെ പരിഭ്രമിക്കൊന്നും വേണ്ട, അത് അവരുടെ യോഗമാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ ദേവനും കംസനോട് പറഞ്ഞു. അങ്ങേക്കൊല്ലൂടെ എന്തൊക്കെയോ ചെയ്യണം, അതിൻ്റെ ചില ഫലങ്ങളൊക്കെ സാരില്ലാതെ പറഞ്ഞ് അവരവിടെ ഇറങ്ങിപ്പോയിട്ടോ കംസൻ വിളിച്ചവൻ കത്തിരിക്കണം. അസുരന്മാരെയൊക്കെ വിളിച്ചു. പ്രളമ്പൻ പകഞ്ചാണൂരൻ മുട്ടികൻ കേശി എല്ലാവരും ഉണ്ട്. അവരുടെ മുമ്പിൽ അതൊക്കെ ശ്രീകൃഷ്ണവിലാസം വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കും. ഭാഗവത്തിന് കുറവുണ്ടായിട്ടില്ല കേട്ടോ. സവിഭ്രമ പ്രേരിതേ താനേ നിരന്നാൻ അവതൽബിനീദ പ്രാതപ്രലംബ പ്രമുഖാനമത്യാൻ സർവൻ സമാകൂയ സഭോജരാജ. കംസങ്ങനെ എല്ലാത്തിനും വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തരും നന്നായി കണ്ണോണ്ട് അത്രേ കാണിക്കുക. ഇങ്ങനെ 4 പുറം ഇഷ്ടത്ര പേടിച്ചിട്ടേ എന്തായാലും 4 പുറമൊക്കെ ഇരുത്തി അവരോട് വിവരങ്ങൾ പറഞ്ഞു. ഇന്നലെ രാത്രി ഉണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞോ, ദേവകി പ്രസവിച്ചു, പെൺകുട്ടി ഇരുന്ന് കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ അകത്തേക്കാണ്ട് പോയി. അവളെന്നോട് പറഞ്ഞു എൻ്റെ ശത്രുഭൂമിയിൽ ജനിച്ചിരിക്കണമെന്ന്. ഇപ്പോഴും ആ ദേവിയുടെ ചിത്രം ആലോചിക്കുമ്പോൾ പേടിയാവണമെന്ന് പറയാൻ. അവിടെ നിങ്ങളിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഇപ്പം തന്നെ എന്നെ കൊല്ലാൻ ജനിച്ച കുട്ടിയെ പോയി കൊല്ലണം വളരെയധികം. എന്നിട്ട് ശ്രീകൃഷ്ണവിലാസത്ര മീറ്ററിറങ്ങിയിട്ടേ ഒരു ചെറിയ പുളിത്തൈ ഇങ്ങോട്ട് നഖം കൊണ്ട് പറിച്ചവിടെ ഇട്ടു. എന്നെ മനസ്സിലായി ഇട്ടു, പുളിത്തൈ പറിച്ചു എന്ന് മനസ്സിലായി. എന്നിട്ട് വേഗം അതിനൊരു നഖാഗ്രതരുരങ്കുരത്മാ പരസ്വതസ്യാവിതോതി ഭൂമി. ആ പുളി വെട്ടാതെ മുറ്റത്ത് വളരാൻ വിട്ടാൽ കുറെ കഴിഞ്ഞാൽ മഴ എടുത്ത് വെട്ടിയാലും കൂടി 3 ദിവസം മുറിച്ചിടാൻ വേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം തന്നെ പുറപ്പെട്ടോളുന്നാണ്. ഇപ്പം തന്നെ പോയി കുട്ടിയെ വിടണം. അവർ പറഞ്ഞു, അങ്ങ് എന്തിനത്ര പേടിക്കണം? ദേവന്മാരുടെ 3 ആളാണ് നേതാക്കന്മാർ. ഒന്ന് ശംഖു വേണം, അത് കാട്ടിലാ കിടക്കണം. അതിങ്ങനെ ഇറങ്ങി വരച്ചാൽ തന്നെ സമയം പിടിക്കും. പിന്നെ ഒരു വിദ്യാൻപര കേമനാണെന്ന് പറയും, അഡ്രസ് ഇല്ലാത്ത സാധനം. ആര്? വിഷ്ണുവിന് എവിടെ അഡ്രസ്സും ഇല്ല. പിന്നെ ഒന്ന് ബ്രഹ്മാവ, അത് പണ്ടേ പേടിത്തോണ്ടനാ. മധുവേടന്മാരൊന്ന് ചാടിയപ്പോഴേക്കും അങ്ങ് ആ ബില്ലൊന്നും എടുത്താൽ ദേവന്മാരൊക്കെ പേടിക്കില്ലേ. എന്നാലും ഞങ്ങൾ ശ്രമിച്ചോളാം, അങ്ങ് ബുദ്ധിമുട്ടണ്ട. ഇപ്പം തന്നെ കുട്ടികളെ കൊല്ലാനുള്ള ശ്രമമായി. എന്താണ് ഒരു കമ്മിറ്റി അപ്പം തന്നെ ഉണ്ടാക്കി. ഇത്രയും കംസനോട് പറഞ്ഞിട്ട് കുട്ടികളെ കൊല്ലാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ആദ്യം ഓരോരുത്തരായിട്ട് കമ്മിറ്റിയിലാ ഉത്സവം പോലെ ഗോപത്രികളൊക്കെ നേരത്തെ തന്നെ ചോദ്യ ഗർഭിണിയായപ്പോൾ തന്നെ കുട്ടിയെ കാണാൻ സാരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു ഇത്രേ. അപ്പൊ ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, അത് 28-ന് പോവാൻ. അതേമാതിരി ആ പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് കയ്യിൽ കിട്ടിയ സാധനം ആ കുട്ടിക്ക് കൊണ്ടേ കൊടുക്കണം. കുട്ടിയെ കാണാൻ വല്ലതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചിലര് പാല്, ചിലര് തൈര്, അത് എന്താ കിട്ടിയാൽ അതൊക്കെ വെണ്ണയൊക്ക. ശ്രീകൃഷ്ണവിലാസത്തിൽ എത്ര കേമായിട്ടാ പറഞ്ഞ കയറിയും തിരക്ക്. രാവിലെ അങ്ങനെ അടുത്തേക്ക് എടുക്കാൻ പറ്റില്ല കൃഷ്ണൻ്റെ അടുത്തേക്ക്. അപ്പം എന്ത് ചെയ്തു, വെണ്ണ കൊടുക്കുന്നുണ്ട് അത്രേ. ഭർത്താവിൻ്റെ മുഖത്തേക്കാണ് എറിഞ്ഞു പോകുന്നതാണ്. പാല് കൊടുക്കുന്നവരെ തങ്ങളുടെ ചെറിയ കുട്ടികളുടെ തലയിൽ അത്രയും അഭിഷേകം കഴിക്കുന്നത്. അങ്ങനെ എത്താൻ പറ്റണ്ടേ. ആകെ ആനന്ദത്തിൽ അങ്ങനെ ആറാടുക. നന്ദഗോപനോ അവിടെ നാവൂർ പാട്ട് രാജാപനമൊക്കെ ഒന്നുണ്ട്. അവർക്കൊക്കെ വേണ്ട സമ്മാനങ്ങള് സ്വർണം, വെള്ളി, ഇതൊക്കെ വലിയ വലിയ കലശങ്ങളിൽ നിറച്ചങ്ങനെ കൊടുക്കാൻ പോലെ. എന്തിനാ? ഈ വക ദാനം കൊണ്ടേ എല്ലാം നേരെയാവൂന്ന് പറയണം. ഒക്കെ നല്ല ചിത്രങ്ങളാണ് ഭാഗവത്തില്. ആ ദാനത്തിൻ്റെ മഹാത്മ്യം അതിനെക്കുറിച്ച് അവിടെയാണ് പറയും. എന്തൊക്കെയാ കൊടുത്തതെന്ന് ശരിയാ ഇഷ്ടം പോലെ ആ കർമ്മ വസ്തുക്കളും കൊടുക്കണം. ആ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആ നല്ല ചില വരികളുണ്ട്. എന്താ കാരണം, ഈ ഓരോന്നിനും ഓരോ ശുദ്ധി ഉണ്ടാകുന്നതാണ്. ദാനം എന്തുകൊണ്ട് ദാനം കൊണ്ട് എന്താ ചുട്ടാവുക? നമ്മുടെ ധനം ചുട്ടാവും. അതുപോലെ കാലേന സ്നാനശൗചാഭ്യാം സംസ്കാരൈ തപചര്യ. പിന്നെ
ആ ശുദ്ധ്യന്തി ദാനൈ സന്തുഷ്ട്യ ദ്രവ്യാത്മാത്മവിദ്യയ. ഇതൊക്കെ പഠിക്കാനുള്ള വരികളാണ്. എന്താണ്? ആദ്യം കാലം എല്ലാത്തിനും ഒരു ശുദ്ധി തരും അല്ലേ? ഇപ്പൊ പശുവിനെ കറക്കുക എപ്പോഴാ പ്രസവിച്ചാല്? ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ കറക്കുള്ളൂ. അതെന്താ കാരണം? കാലം കൊണ്ടുള്ള ശുദ്ധിയാണ് അല്ലേ? ഇത് പെറ്റ വില എന്നൊക്കെ പറയുന്നത് ഈ വില എന്ന് പറഞ്ഞാൽ തന്നെ കാലം കൊണ്ടുള്ള ശുദ്ധിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാലേന. പിന്നെ സ്നാന ശൗചാഭ്യാം. ചില കാര്യത്തിന് ഒന്ന് കേട്ടാൽ മതി, കുളിച്ചാൽ മതി. മരിച്ച വീട്ടിൽ പോയാൽ നമ്മൾ എന്താ ചെയ്യുക? എല്ലാം എടുത്തിട്ടാ പോയി കുളിക്കുക അല്ലേ? അതൊന്നും മുക്കാൽ എടുത്ത് വയ്ക്കൊന്നുമില്ലേ? ആ കുളിച്ചാൽ ആ ഇതാണ് പോയി എന്നാണ് മരിച്ച വീട്ടിൽ പോയാൽ. അതാ സ്നാനം. ഇനി ശൗചം. മണ്ണൊക്കെ തേച്ച് കയ്യും കാലുമൊക്കെ വേണ്ടാത്ത വലിയതൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോൾ ചവിട്ടി എന്താ ചെയ്യുക? നല്ലോണം മണ്ണിട്ട് ഒഴിച്ചിട്ട് തന്നെ കാല് കഴുകും. അതാ ശൗചം. കാലേന സ്നാന ശൗചാഭ്യാം. മലമൂത്രോത്സവങ്ങളൊക്കെ കഴിഞ്ഞാല് അപ്പൊ എപ്പോഴും. പിന്നെ സംസ്കാരേ. സ്വഭാവത്തിന് എങ്ങനെയാ ശുദ്ധാക്കുക? സംസ്കാരങ്ങളെ കൊണ്ട്. അതിനാണ് ഉപനയനാദി സംസ്കാരങ്ങൾ. സംസ്കാരേ. പിന്നെ ജീവനെ എങ്ങനെയാ ശുദ്ധാക്കുക? തപസ. നല്ലോണം മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക. ശരീര ശോഷണം തപ എന്നാ പറയാ. തപത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനം. നമ്മുടെ ശരീരം എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ തപസ് പോരാണ്. ശരീരം ക്ലേശിപ്പിക്കണം. അതാണ് ശരിക്ക് സംസ്കാരേ തപസ. മനസ്സിനെങ്ങനെയാ ശുദ്ധി കിട്ടുക? ഇജ്ജയ. അതിനാണ് പൂജ വിധാനങ്ങളൊക്കെ പഠിച്ച് പൂജിക്കുക. ഇനി ഇതിനെങ്ങനെയാ ശുദ്ധി കിട്ടുക? നമ്മുടെ സമ്പാദ്യത്തിന് ദാനൈ. ദാനങ്ങളെ കൊണ്ട്. ദ്രവ്യത്തിന്റെ ശുദ്ധി 2 വിധത്തിലാണ് നമുക്ക് സമ്പാദിച്ചത്. ഒന്ന് ദാനം. വേറൊരു ശുദ്ധി എങ്ങനെയാണ്? സന്തുഷ്ട്യ. അതാണെന്നില്ലാത്തത്. അതിനപ്പം ശുദ്ധി ഉണ്ടാവില്ല. എന്താ? ഇത്ര കിട്ടിയല്ലോ ഭഗവാന്, ധാരാളമായി. എന്താ കിട്ടിയെച്ചാൽ അതുകൊണ്ട് സന്തോഷിക്കുക. എന്തേ കിട്ടാത്തത് എന്നല്ല. ഭാഗവത്തില് ദരിദ്രന്റെ നിർവചനം ആരാറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രന്മാരത്ര ടാറ്റയും അംബാനിയും ഇവരൊക്കെ. ശോഭ ഡെവലപ്പേഴ്സിന്റെ മേനും. എന്താ കാരണം? കിട്ടിയാ പോരാന്ന് ആര് വിചാരിക്കണോ അവരെയാണ് ദരിദ്രൻ എന്ന് പറയാം. BP അല്ല അവരാണെന്ന്, അല്ലാതെ ഇല്ലാത്തവരല്ല. അപ്പൊ അതാണ് സന്തുഷ്ട്യ. ആ തത്വം അതാണ് ഭാഗവത്തിലെ ഇടയ്ക്ക് ഒരു 3 മണികൾ. അതൊക്കെ എന്തായാലും നമ്മൾ എന്നും പഠിച്ചു വെക്കേണ്ടതാണ്. ഇതൊക്കെയാണ് പറഞ്ഞിട്ട് ധാരാളം ദാനങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിയണം. അന്നാണ് നികുതി കൊടുക്കാൻ പോകണം. 2ാമത്തെ ദിവസം ഭഗവാൻ അവിടെ എത്തിയിട്ട് 2ാമത്തെ ദിവസം കംസൻ എന്ത് ചെയ്തു? എല്ലാവരോടും പറഞ്ഞു, എന്താ കുട്ടിയൊക്കെ നോക്കണേ, ഞാൻ ഇന്ന് നികുതി കൊടുത്തു വരാമെന്ന് പറഞ്ഞു മധുരയ്ക്ക് പോയി. മധുരയിൽ നികുതി കൊടുക്കാൻ പോയപ്പോഴോ അവിടെ വെച്ച് വസുദേവനെ കണ്ടു. വസുദേവൻ ചോദിച്ചു, എന്തൊക്കെയാ നന്ദഗോപ അവിടെ ഇങ്ങനെ കിടന്ന് വരികണ? നേരെ 4 മണിയായി എന്നാണ്. ശ്രീകൃഷ്ണവിരാട്ട് ആ സംഭാഷണം തന്നെ എത്രയുണ്ട് അറിയോ? ഞാൻ ഈ രാജധാനി ക്യാപിറ്റൽ സിറ്റിയിലൊന്നും താമസിക്കാൻ പാടില്ല. കാരണം അപകടം ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം പൊക്കോളൂ. പിന്നെ അങ്ങനത്തെ ഒരു ഉണ്ണി തൈന്നൊക്കെ കേട്ടു. ഉണ്ണി ഉള്ളോർത്തി, ചെറിയ കുട്ടികളുള്ളോർത്തിന്ന് അച്ഛനും അമ്മയൊന്നും വിട്ടു നിൽക്കരുത്. വേഗം പൊക്കോളൂ, അപകടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നും പറഞ്ഞു. അപ്പോഴേക്കും നന്ദഗോപനും സമാധാനം വസുദേവ അങ്ങക്ക് ആരും ആൺകുട്ടികളുണ്ടായി ഒക്കെ കംസൻ കൊന്നു, ഒരു പെൺകുട്ടി ആകാശത്തേക്ക് ഉയർന്നൊക്കെ കേട്ടു. എന്താപ്പം ചെയ്യാതെ? വസുദേവനറിയാം തൻ്റെ കുട്ടി എവിടേക്കും പോയിട്ടില്ല, എവിടെ ഉണ്ടെന്ന്. വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞാൽ നന്ദഗോപനെ ഇങ്ങനെ പറഞ്ഞേക്കുകയാണ്. നന്ദഗോപൻ വരുന്നതിൻ്റെ ഇടയിലാണ് പൂതന. ഭാഗവത്തില് ആദ്യം ഭഗവാന് നല്ല പ്രസാദം കൊണ്ട് പോകുന്ന ആളത്രയും പൂതന. എന്താണ്? ചെറിയ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? അവരുടെ പാലൊന്നല്ല, മുലപ്പാല അല്ലേ? ആ മുലപ്പാല് കുറച്ച് അബദ്ധം ഉണ്ടെന്നേലൂ. എന്തേ? കാളകൂടെ വിഷം പരത്തിയിട്ടുള്ള ആ തനുമായിട്ട് ഉണ്ണിക്ക് കൂടെ കൊടുക്കാൻ പോവുകയാണ്. കണ്ട കുട്ടികളെയൊക്കെ കൊന്നിട്ടാ പോണത്. എന്നിട്ടോ ഗോകുലത്തില് യശോദ അന്ന് കണ്ണൻ ഉറങ്ങിയിട്ടില്ല.
കണ്ണനെ ഉറക്കപ്പാട്ടുണ്ട്. സരസിരുകവനേ ഗതേ സമിത്രേ കഥമിവ തേ നയനംബുജേ വിനിത്രേ ശ്രുതിപരിചയശാലിനോ ഹി കർമ്മ സ്വജനനിതേ വിഷമേവ സംശയന്തേ. നീ എന്താ കണ്ണ് ചെയ്യുമ്പാത്ത? എൻ്റെ കണ്ണ് താമരപ്പൂ പോലെയാണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. താമരയൊക്കെ കൂടിക്കഴിഞ്ഞിരിക്കണോ, നീ എന്താ കണ്ണ് ചെയ്യുമ്പാത്തത്? എത്രയേറെ വെക്കാം. നല്ല സംസ്കൃതം പഠിക്കാൻ എപ്പോഴാണ് തോന്നുന്നത്? ശ്രീകൃഷ്ണവിലാസത്തിലെ ആ ഭക്തി പഠിക്കുന്ന കാലത്ത് എനിക്ക് ആ ബോധം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ എത്ര ഭംഗിയായിട്ടാ ഓരോന്നിനെയും അറിയോ? എന്താ പ്രഭൂതനവനീതവത്യോ കുന്ദക്കിഷത്താനബലപ്രകാശ താവിഞ്ജവർണ്ണതരുണാർക്കഭാഷ പ്രഭൂതദുഗ്ധാനവനീതവത്യോ ഗാവസ്തരസ്വം തനയത്വരീര. നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. എൻ്റെ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് എത്ര പശുക്കളെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് അറിയോ? നല്ല വെണ്ണയും പാലുമൊക്കെ ഉള്ള പശുക്കളാണ്. കർജൂരവന എത്ര കേമായിട്ടറിയോ? ആ ഇവിടെ ഗോവർദ്ധനമുള്ളതുണ്ട്. നീ വലുതായ പശുവിനെ മേയ്ക്കാനൊക്കെ പറഞ്ഞ ഉണ്ണിയെ ഉറക്കാപ്പാട്ടും പാടി. ഇപ്പൊ ഭഗവാന് മനസ്സിലായി പുതിയ ഒരാൾ തന്നെ കാണാൻ വരുന്നുണ്ട്. ഇനിയിപ്പൊ കണ്ണും തുറന്ന് കിടന്ന അമ്മ ഇവിടുന്ന് മാറുന്നുണ്ടാവില്ല. ഒന്ന് കണ്ണ് ചിമ്പി കടന്നു പോകുന്ന അപ്പൊ ചോദിക്കും തോന്നി ഉറങ്ങി. ഞാനും ഒന്ന് ചെരിഞ്ഞ് കിടന്നാലാണെന്നും പറഞ്ഞ ചോദ്യം ഒരു മയക്കം പിടിക്കുക. അപ്പോഴാണ് പൂതനടവന്. പൂതന എങ്ങനെയാണ്? മനോഹരന്തി വനിതാം വ്രജൗകഥ വ്രജൗകഥ മനാകരന്തിം വനിതാം. വനിത എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? മനോരമക്കാരൻ്റെ മാസികല്ലേ. എന്താ വനിത? വനതി വന്യത്തെ ഇതി വനിത. വന പൂജായാം. വന എന്നുള്ള ധാതു പൂജ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ വനിത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂജിക്കപ്പെടുന്നവൾ. സ്ത്രീകളെ എപ്പോഴും പൂജിക്കുന്നത് ഭാരത സംസ്കാരത്തിൻ്റെ ഭാവമാണ്. ഈ മരുമക്കത്തായത്തിൽ പ്രത്യേകിച്ചും പഴയ കാരണന്മാരൊക്കെ ഉടപ്പറന്നോളോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ടേ ഉള്ളൂ എന്നാ പറയുക എന്ത് കാര്യം ചോദിച്ചാൽ. കാരണം ഉടപ്പറന്നോളോട് ചോദിക്കാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അതാണ് പൂജ്യ എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാവരും പൂജിക്കുന്നവളാണ് സ്ത്രീ. അപ്പൊ സുന്ദരിയായിട്ട് ഒരു സ്ത്രീയുടെ വേഷവും കെട്ടി സുന്ദരിയായിട്ട് ഗോകുലത്തിൽ കാണിച്ചില്ല. എന്താ കാളകൂടവേഷം പറ്റി സ്ഥലമായിട്ട് ഭഗവാൻ കിടക്കണപ്പോ ഗോപസ്ത്രീകൾ കണ്ടുട്ടോ. ഏതാ ഈ സാധനം? എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സുന്ദരിക്ക് വേറൊരു സുന്ദരിയെ കണ്ടാൽ പിടിക്കില്ല. ഓ എന്താ അവളുടെ നാട്യം ഭൂലോക രമ്പേണല്ലേ ഒക്കെ പറയും. എന്തായാലും പൂതന കുടുങ്ങിയ അങ്ങനെ പൂണ കണ്ടപ്പോ പറഞ്ഞു വല്ല ലോകന്മാരെ കാണാൻ വന്നതാവും. അല്ലെങ്കിലോ ഉണ്ണിയെ കാണാൻ നമ്മളൊക്കെ പോയില്ലേ അതുപോലെ അങ്ങനെ കയറി. യശോദനോട് തന്നെ കേറിയിട്ടോ. യശോദ പറഞ്ഞത് തൂക്ക് കിടക്കണം ഭഗവാനെ എടുത്ത് മടിയിൽ അവിടെ വെക്കലും. ഭഗവാൻ ഒന്ന് കണ്ട് തുറന്നു. എന്തിനാ? അവളുടെ ആ ശുദ്ധി അങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ കണ്ണ് ചെയ്യുമ്പോൾ ചെയ്തു. ഇതിൻ്റെ ഒരുപാട് കാരണം ഈ ഗോരക്കൂരാരിൻ്റെ ഈ പുസ്തകത്തിൽ ഒരുപാട് 10-20 കാരണമൊക്കെ കാണിച്ചിരിക്കുന്നത്. ആ കാരണമൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ണാണ്ട് ചിമ്പി ഭഗവാൻ. പൂതനെയോ മുല കൊടുക്കാൻ തുടങ്ങണം. മുല കൊടുക്കുമ്പോഴേക്കും ഗോപസ്ത്രീകളൊക്കെ കണ്ടു. ഈ 2 ദിവസം പ്രായമായ കുട്ടി അങ്ങനെ കുടിക്കൊന്നുമില്ല. ഇതെങ്ങനെയാ? ഒരു കൈ കൊണ്ട് ഒരു സ്ഥലം കണ്ട് കുടിച്ചിട്ട് വലിച്ചു കുട്ടി കുടിക്കുകയാണ്. കണ്ടപ്പോഴേക്കും 2 ദിവസം പ്രായമായ കുട്ടി മോനെ കുടിക്കും. ഇതേ പ്രസവിച്ച അമ്മമാര് മടിയിലിരുത്തി ശീലിപ്പിക്കലെന്താ? നോക്ക അതിൻ്റെ മണ്ടയിൽ കയറാതെ നോക്കണം കേട്ടോ. ഇങ്ങനെ ഉയർത്തി അങ്ങനെയൊക്കെയല്ലേ. ഇത് ഭഗവാൻ അങ്ങനെയൊന്നുമല്ല. എന്നിട്ട് പിടിച്ച് വലിച്ച് അതിനിപ്പോ ഭഗവാന് പരിചയമുണ്ടെന്നാണ് ശ്രീകൃഷ്ണവിലാസം പറയാം. അത് ഗംഭീര. പാഞ്ചജന്യവിഭൂതനാത്തനം പാണി പല്ലവയുഗേന പീഡയൻ. പാഞ്ചജന്യം പിടിച്ച് നല്ല ശീലം ഉണ്ടാകുന്ന ശങ്കേ അതുപോലെ ഇത് പിടിച്ച് 2 കൈ കൊണ്ട് ഞെക്കിയാണ് കുടിക്കണമെന്നാണ്.
പഠിച്ചപ്പോഴേക്കോ ഭഗവാനും മനസ്സിലായി ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. എന്താ കാരണം? എന്താ ഇവളിനി ഈ പാപം ചെയ്ത് നടക്കരുത്, അവൾക്ക് മോക്ഷം കൊടുക്കണം. എന്താ ചെയ്തത്? അവളുടെ ജീവനും കൂടി ഇട്ട് വലിക്കുകയാണ്. വലിച്ചപ്പോഴേക്കും മുഞ്ച മുഞ്ച വിടുകുട്ടി വിടുകുട്ടി ഭഗവാൻ പിടിച്ചാ പിന്നെ വിടില്ല. ഒരു സപ്താഹം ശ്രദ്ധയോടുകൂടി കേൾക്കാൻ പോയാൽ അടുത്ത സപ്താഹത്തിന് അവിടെ പോയിരിക്കും. ഉറക്കം തൂങ്ങിയിരുന്നിട്ട് കേട്ടൊരു കാര്യം കേട്ടോ, അതിലങ്ങനെ മനസ്സുറപ്പിച്ച് കേട്ടാൽ തന്നെ പൂവും. എവിടെ സപ്താഹിച്ചാൽ കേൾക്കണതാ വിടില്ല ഭഗവാൻ. വിടുകുട്ടി വിടുകുട്ടി എന്ന് പറഞ്ഞാട്ടോ വിടണോ? ഭഗവാൻ അവിടെ ആ പൂതന്റെ ജീവൻ തന്നെ ഇങ്ങോട്ട് എടുക്കണം. കുറച്ചാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ജീവൻ പോയിട്ട് ത്രികവ്യൂറ്റ അന്തരാദ്രുമാൻ ചൂർണയാമാസ. എന്താ 9.5 കിലോമീറ്റർ ഈ ഗവ്യൂരിന്റെ കണക്ക് നോക്കിയാൽ അത്രയാ വലിയ ഒരു ശരീരം അവിടെ വീണു. പൂതന്റെ മായാവേഷം അങ്ങോട്ട് പോവാണ്. രാക്ഷസിയായിട്ട് വലിയൊരു മായാവേഷമായിട്ടാണ് വീഴുകയാണ്. വീണതോട് കൂടിയിട്ടോ ഞാൻ അതിനെ കുറിച്ച് വർണ്ണിക്കലുണ്ട്. ശരിക്ക് കൊങ്കൺ റെയിൽവേയുടെ ടണല് പോലെയാണ് പറയുന്നത്. മൂക്ക് അത്ര വലിയ ശരീരം, എന്താ പർവ്വതത്തിന്റെ ഗുഹ പോലെയുള്ള മൂക്ക്, ഭാരതപ്പുഴ വെട്ടിക്കിടക്കണ മാതിരിയുള്ള ആ വയറ്, കണ്ണിങ്ങനെ കണ്ടാ 2 പൊട്ട കിണറാണോ തോന്നും. നല്ല പർവ്വതത്തിന്റെ ശൃംഗങ്ങളെ പോലുള്ള ആ സ്ഥലങ്ങള്, നല്ല പർവ്വതത്തിന്റെ കുടുമുടിയെ തോന്നി. അങ്ങനെ ആ പൂതനെ ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോഴേക്കും ഗോപസ്ത്രീകൾ ഇത് കേട്ടു. പുറത്തു വന്നു ചോദ്യം വന്നു, ഉണ്ണി എവിടെ? ഏഴ് വെച്ച് കയറി വന്നിട്ട് ഉണ്ണി എടുക്കാൻ. എന്തായാലും ഉണ്ണി എടുത്തു. അവർ ചില സൂത്രമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം കുട്ടിക്ക് ആപത്തൊന്നും പറ്റരുതെന്നും പറഞ്ഞിട്ട് ചില ഒഴിഞ്ഞുകളത്തില്, ചില കവചം ജപിക്കല് അതൊക്കെ ഉണ്ടായി എന്ന് പറയാം. അതാണ് പൂതനാ കവചം. പൂതനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഉപദ്രവിക്കേണ്ടൊക്കെ കുട്ടിക്ക് ഒരു കവചം ജപിക്കാൻ തീരുമാനിച്ചു. ആദ്യം ചെയ്തത് എന്താ അറിയോ? തൊഴുത്തു പോയിട്ട് പശുവിന്റെ കുളമ്പിന്റെ അടിയിലുള്ള മണ്ണും ചാണകവും കൂടിയിട്ട് എടുത്ത് 12 അംഗങ്ങളിൽ കുറി ദീപിക്കുക. ഇപ്പോഴും കുട്ടികൾ കരച്ചിലൊക്കെ തുടങ്ങിയ ചെറിയൊരു പരിപാടി ഇല്ലേ? എന്താ നോക്ക്, കുറച്ച് കടുകും മുളകും ഉഴിഞ്ഞിടട്ടോ അല്ലേ? അവ കടുക് നല്ലോണം പൊട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടാണ്ടിരിക്കും. അപ്പൊ എന്തായാലും നമ്മളെന്താ ഒക്കെ കണ്ണ് ഒരുപാടുണ്ട് കേട്ടോ എന്നാ പറയാ. അതൊക്കെ ആ സങ്കല്പാണ്. ഇതും അതുപോലെ ഒരു കവചം ജപിക്കുകയാണ്. ഈ പശുവിന്റെ ചാണകത്തിനും മണ്ണിനും കൂടി ശുദ്ധി തരാൻ ഒരുപാട് കഴിവുണ്ടെന്നാ പറയാ. അതുകൊണ്ടാണ് അത് കുഴിയിടാൻ, അത് കുഴിയിടിപ്പിച്ച് ഈ കവചം കൊണ്ട് ജപിക്കുകയാണ് അവര്. ആ കവചത്തിന്റെ ശക്തി ഞാൻ എപ്പോഴും പറയും. എൻ്റെ കൂടെ മലപ്പുറത്ത് ഒരു കണ്ണൻകുട്ടി പണ്ട് വായിക്കാൻ വരും. ആ മൂപ്പർക്ക് പണ്ട് വലിയ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി, വലിയ സഖാവ് വരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്യാനാകുമ്പോൾ ഇയാളെ സഖാക്കൾക്ക് ചുട്ടു കൊടുത്തു. എന്ന് വെച്ചാൽ ഇയാളുടെ യാത്രയപ്പിനേതൊക്കെ സഖാക്കള് ഇനി കണ്ണൻകുട്ടിക്ക് ആത്മീയത്തിലെ കണ്ടെത്തലും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അയാൾ നല്ല പ്രസംഗം, ആത്മീയത്തിൽ ഇത്രയും കണ്ടെത്തലില്ല കേട്ടോ ഈ രാഷ്ട്രീയക്കാരെ പ്രസംഗിച്ചു. അപ്പൊ എപ്പോഴും എന്തായാലും അയാൾ എൻ്റെ കൂടെ വന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനും കൂടിയാണ്. അപ്പം അങ്ങനെ അവിടെ ഒരു സപ്താഹം നോക്കുമ്പോൾ രാത്രി മകളെ പെട്ടെന്ന് വിളിച്ചു. എന്തിനാ? മകളുടെ 28 കഴിഞ്ഞിട്ടില്ല കുട്ടിയെ പ്രസവിച്ച. കുട്ടിക്ക് ഇന്നലെ രാത്രി ആജ്ഞയായിട്ട് ആകെ ഇളക്കായിട്ട് ആ രാമദാസിൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം. രാമദാസ് പറയണോ വിളിച്ചാകുമ്പോൾ എന്താ നാളെ കുട്ടിയുടെ നട്ടില് വരുന്ന അങ്ങ് എടുത്ത് ടെസ്റ്റ് ചെയ്താലേ ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുമെന്നൊക്കെ രാത്രി എന്നോട് ചോദിച്ചു. ഞാനൊന്ന് പോട്ടെ. അപ്പം തന്നെ രാമദാസിനോട് വിളിച്ച് പറഞ്ഞുകൊണ്ട് കുട്ടി വിട്ടാൽ മതി, ഞാൻ നിൽക്കോളാം ബാക്കി കാര്യം. കുട്ടിയെ രാമദാസ് ഇപ്പോൾ ഒരു കാരണമൊക്കെ പരിചയക്കാരാണ്. പിന്നെ രാമദാസ് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കല്ലേ ഉത്തരവാദിത്വം, വിട്ടാൽ മതിയെന്നും പറഞ്ഞാൽ അവളോട് പറഞ്ഞു സാരില്ലേ വിളിച്ച അവളെ കുറച്ചൊക്കെ വലിച്ചൊക്കെ വരും, കൊണ്ടുപോക്കോ വീട്ടിലെത്തി ഞാൻ വിളിച്ചാകുമ്പോഴേക്കും എത്താം. അവിടെ എത്തി മൂപ്പർ ആ കുട്ടി എടുത്തിട്ട് ഈ പൂതന്റെ കവചം അവ്യാജതം വിമണിമന്ദമജന്വധൂരു യജ്ഞോച്യുത
കടിതടം ജഠരം ഗയാസ്യ ഹൃൽക്കേശവസ്തുരുരരീശയിനത്തു കണ്ഠം അംഗഭുജം മുഖമുരുക്രമീശ്വരക്കം. ആ കവചാണ്ട് ജപിക്കണം ഈ കുട്ടിയുടെ കാൽമുട്ടുകളെ. അതുപോലെ അവ്യാജംഘ്രി കാലിനെ അടിമാനമെന്ന ശക്തിയുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. അതുപോലെ കാൽമുട്ടുകളെ ഉരുക്രമനായ ഭഗവാൻ രക്ഷിക്കട്ടെ. ഇതാണ് കവചമന്ത്രങ്ങളുടെ അർത്ഥം. എന്നാലും എല്ലാ കവചങ്ങളും ആദ്യം ശരീരം, പിന്നെ ദിക്കുകള്, പിന്നെ സമയം, ഇതിനെ കണക്കാക്കിട്ടാ ഈ മന്ത്രങ്ങൾ ജപിച്ചു. ചുരുക്കം പറയാം, ഇപ്പൊ ആ കുട്ടി ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ന് നട്ടേലൊക്കെ കിടന്നു വെച്ചാൽ അത് മതി കുഴപ്പമുണ്ടാക്കാൻ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും വരുന്നതിൻ്റെ മുമ്പേ അവിടെ ഓടി ആരുടെ അടുത്തേക്ക്, ഡോക്ടറെ അടുത്തേക്ക് അല്ലേ. പിന്നെ അവിടുന്ന് കുറേ മരുന്ന് ഇങ്ങോട്ട് കിട്ടിയാൽ അതുകൊണ്ടാണ് പിന്നത്തെ സൂക്കറൊക്കെ ഉണ്ടാവുക. ഈ ബി പി ഒക്കെ ഉള്ളവരോട് ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂ, പിന്നെ അത് കഴിച്ചേ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ എപ്പോഴും അതിനും കൂടി ഒരു മരുന്ന് അതൊക്കെ ഈ കവചമാണ് ജപിച്ചു. ഇവിടേക്കും ഇവരൊക്കെ കുട്ടി എടുത്തിരിക്കുമ്പോഴേക്കും നന്ദഗോപൻ വന്നു. നന്ദഗോപന് വല്ലാത്തൊരു അത്ഭുതം ഉണ്ട്. ഭഗവാന്റെ ശരീരം കണ്ടിട്ട് കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കണ്ടിട്ട് എന്തായാലും ആ ശരീരം മാറ്റണ്ടേ, അവിടുന്ന് മാറ്റാൻ പറ്റില്ല. വെട്ടി പൊളിച്ചങ്ങോട്ട് ചില കുട്ടി കത്തിക്കുകയാണ്. ചിലയിൽ വെച്ചപ്പോഴേക്കോ നല്ല ഗുൽഗുലുവിന്റെ വാസനയൊക്കെ, അകിലും ഗുൽഗുലും പുകഞ്ഞ വാസന നാട് മുഴുവൻ. എന്തിനത്? ആ വാസനയ്ക്ക് ലോകത്തിനൊരു തത്വറിയിക്കാണ്ടായിരുന്നു. കാളകൂട വിഷം പറ്റിയിട്ടാണെങ്കിലും തനിക്ക് സ്ഥലം തന്ന പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തിരിക്കുന്നു. അപ്പൊ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് ഒരു തുളസിപ്പൂവെങ്കിലും ഭഗവാന്റെ കർക്കൽ വെക്കുന്ന മക്കളന് ഭഗവാൻ എന്താ കൊടുക്കുക? ഈ തത്വം. ഇതാണ് ആദ്യത്തെ കഥ. ഇതിനത് പൂതന എന്ന് പറഞ്ഞാൽ പൂത സ പൂതന, അശുദ്ധിക്ക് പറയുന്ന പേരാണ് പൂതന. ജീവന്റെ അശുദ്ധി ഇല്ലാണ്ടാക്കാൻ എന്താ വേണ്ട? കൃഷ്ണന്റെ നാമം ജപിച്ചോളൂ, കൃഷ്ണനെ നമസ്കരിച്ചോളൂ, എന്തുണ്ടോ കൃഷ്ണനെ സമർപ്പിച്ചോളൂ. അതും കൂടിയാണ്. ഇങ്ങനൊരു കവിതയുണ്ട്. എന്താ? ഒരു ശ്ലോകം രാമന്റെയാവും, ഒരു ശ്ലോകം കൃഷ്ണന്റെയാവും. ഒന്ന് അപ്പോസ്ട്രോഫി മാറ്റിയ വലിയൊക്കെ ഒന്നാ. സപൂതനാമരണ സപൂതനാമരണമാർഗഭൂവിത. അത് രാമന്റെ സപൂതനാമ രണമാർഗഭൂവിത. കൃഷ്ണന്റെ ആവുമ്പോ സപൂതനാമരണമാർഗഭൂവിത. അപ്പോസ്ട്രോഫി എന്നാ അങ്ങോട്ട് മാറ്റി കൊള്ളും. അതൊക്കെ സംസ്കൃത ഭാഷയിൽ സാധിക്കില്ല കേട്ടോ. ഭാഷയൊന്നും അതിന്റെ ഭംഗി കിട്ടില്ല. അതാണ് പൂതനാമോക്ഷം. ആദ്യം അശുദ്ധി നീക്കുക. ഇനി കൃഷ്ണനെ കഴിഞ്ഞാണ് കൃഷ്ണന്റെ കാര്യങ്ങളും നാമങ്ങളും ഒക്കെ ജപിച്ചാൽ നമ്മുടെ ജീവൻ നല്ല ശുദ്ധം. പൂതനാമോക്ഷം കേട്ട പരീക്ഷിച്ച് ചോദിച്ചു, ഭഗവാന്റെ അവതാരത്തില് ഭഗവാൻ ചെയ്ത ആ കുട്ടിക്കാലത്തെ ലീലകള് ഒക്കെ വിസ്തരിച്ച് പറയണം. എന്തേ? ആ കൃഷ്ണലീലകള് കേൾക്കുമ്പോ മനുഷ്യരെ തന്നെ ആഗ്രഹങ്ങൾ ഇല്ലേണ്ടാവും, നിസ്സംഗത്വം തന്നെ ഉണ്ടാവും, ആ സത്വഗുണം വർദ്ധിക്കും, ആ ഭക്തി തന്നെ വർദ്ധിക്കുകയും ചെയ്യും, സത്സംഗത്തിനും തരാവും. അതുകൊണ്ട് ഇനിയും ആ ബാലലീലകള് വർണ്ണിക്കണേ. ശിവമഹർഷി ഇപ്പൊ പറഞ്ഞു മുഴുവനൊന്നും പറയാൻ സാധിക്കില്ല, എന്നാലും പറയാം എന്ന് പറഞ്ഞ് 90-ാം ദിവസം ഭഗവാൻ എണീറ്റ് നിൽക്കുക, മുട്ട് കുട്ടാൻ ആ വക ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനാണ് ഔദ്ധാനികം. ഞാൻ വേറെ അർത്ഥം കേട്ടോ. ഭൂമിയിലെത്തിയ ദിവസം ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോ ഇടയ്ക്കല്ല 28 പിറന്നാളാന്നാണ് പറയുന്നത്. നമ്മൾ ഈ 90 ആഘോഷിക്കല്ലേ, 28 ആഘോഷിക്കല് അല്ലേ. എന്തായാലും അന്നത്തെ ദിവസം ആ ജന്മനക്ഷത്രമാണ്. ഈ ഇടപ്പറന്നാളെ പറഞ്ഞൊരു പിറന്നാളുണ്ടല്ലേ നമ്മളിടയ്ക്ക് പണ്ടതൊക്കെ. എന്താ ഇടപ്പറന്നാളല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഉണ്ട് എല്ലാവർക്കും. അപ്പൊ എന്തായാലും ആ ഇടപ്പറന്നാളെ കുറച്ച് കേമായിട്ട് ആഘോഷിച്ചു വെച്ചോടാ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ അനവധി ബ്രാഹ്മണര് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട ദാനങ്ങളൊക്കെ ചെയ്തു. ഭക്ഷണം, വസ്ത്രം, അതുപോലെ മാല, വസ്ത്രാനം
ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ കൃഷ്ണനെ കുളിപ്പിച്ച് ചില കൃത്യവാചകങ്ങളൊക്കെ ജനിപ്പിച്ച്. പക്ഷേ കൃഷ്ണൻ എപ്പോഴേക്കും കുളിച്ച് അപ്പോൾ ഉറക്കം വരും. ചെറിയ കുട്ടികളൊക്കെ ജനമുള്ള ചെറിയ കുട്ടികളെ എഴുന്നേറ്റ് കുളിപ്പിച്ച് അപ്പോൾ ഉറക്കം വരും. ഉറക്കം വന്നാൽ യശോദ ആ കുട്ടിക്ക് ഉറക്കം വന്നു കണ്ടിട്ട് ഭഗവാനെ എടുത്ത് അടുത്തൊരു കാളവണ്ടി കിടക്കുന്നുണ്ട്. മുറ്റത്തെ ഒരുപാട് കാളവണ്ടികളുണ്ട്. ഇവരിങ്ങനെ അവിടെയും ഇവിടെയും ടെന്റ് കെട്ടി താമസിക്കുന്നവരാണ്. ഒരു കാളവണ്ടിയുടെ അടിയിൽ ഒരു തൂക്ക് കെട്ടി കണ്ണനെ അവിടെ കിടത്തി. കണ്ണനെ കിടത്തിയിട്ട് കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. കണ്ണൻ ഒന്ന് അടുക്കണം കേട്ടോ, ഞാൻ ഒന്ന് അടുക്കളയിലേക്ക് പോട്ടെ എന്നും പറഞ്ഞിട്ട് അവസാനം പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വലിയൊരു ബഹളം, ചാടാപ്പടോ എന്നൊരു ശബ്ദം. നോക്കുന്നുണ്ട, കാളവണ്ടി പൊട്ടിയിരിക്കണോ, അവിടെ കിടക്കണോ, ചക്രം പട കിടക്കണോ, കാണാൻ താഴത്ത് കിടന്ന് കരയുന്നുണ്ട്. യശോദ ഓടി വന്നു. നന്ദഗോപനും കുട്ടികളെ ആദ്യം ഒന്ന് ചീത്ത പറഞ്ഞു. എന്താ കണ്ണൻ കരഞ്ഞപ്പോൾ എടുക്കാഞ്ഞിട്ടല്ലേ ഇത് പറ്റിയില്ലേ? ആ വണ്ടി കുട്ടികളെ മേലിക്കാൻ വീണാച്ചാ എന്താ ചെയ്യാ? അപ്പോഴേക്കും കുട്ടികള് അവര് അല്ല അമ്മ ഞങ്ങൾ എടുക്കാൻ ചെന്നപ്പോ തൂക്ക് കിടന്ന് കണ്ണൻ കാലിട്ടടിച്ചു. കണ്ണന്റെ കാല് തട്ടി കാളവണ്ടി പൊട്ടി. കുഞ്ഞിക്കുട്ടിയുടെ കാല് തട്ടിയ കാളവണ്ടി പൊട്ടി ആരെ നിങ്ങൾ കളിപ്പിക്കണമെന്ന് ചോദിച്ചു എന്നാ പറയണ സുഖമാട്ടി. അപ്രമേയം ബലം സത്യ ബാലകത്യനു. ആ നന്ദഗോപനെ യശോദയ്ക്ക് അറിയോ ആരെ ആ കിടക്കണത് പരമാത്മാവാണെന്ന്? വസുദേവന് പിന്നെ അറിയാം. ഭഗവാൻ ഇവിടെ എത്തിയപ്പോഴേക്കോ ഗോകുലം തന്നെ രമാക്രീഡം അഭൂനൃപാന്ന് പറയാ. കൃഷ്ണേ വിശ്വേശ്വരേനന്ദേ നന്ദത്യമുറജമാകതേ. ഗോകുലത്തിലെ സർവ സമൃദ്ധിയും എന്താ വെക്കുമ്പോൾ അറിയില്ലത് ഭഗവാനാണെന്ന്. എന്തായാലും വേഗം കുറെ ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് കുറെ മന്ത്രങ്ങളൊക്കെ ചെല്ലിട്ടുണ്ടായി. തൈര്, പാല്, ഇതുകൊണ്ട് ചില ഹോമങ്ങള്. എന്തിനത്? കുട്ടികൾക്ക് ഇങ്ങനത്തെ കഷ്ടമൊക്കെ ഉണ്ടായാലേ ഈ ഹോമത്തിലൊക്കെ അതൊരു പ്രത്യേകത ഇത് കിട്ടും. എന്താ ദേവീ ഭാഗവതത്തില് കുറെ ഇത് പറയും. കരിമ്പിന്റെ നീരോട് മാവിൻ്റെ ഇലയിൽ മുക്കിയിട്ട് ഹോമം നടത്തിയാൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഷുഗർ തന്നെ ആ ഹോമം കഴിയുമ്പോഴേക്കും ഷുഗർ കുറഞ്ഞിട്ടുണ്ടാവും. ഇത് ശക്തി തെളിയിച്ചതാ. എന്താ കാരണം വെച്ചാൽ അതാണ് ഈ ഹോമങ്ങളൊക്കെ. അപ്പൊ ദർശനത്തിന് എന്തിനാ അധികം എന്താ എടുക്കുക? ചമത ചിറ്റമുള്ള എന്തിനാണ്? ഈ പറഞ്ഞ മാതിരി ദീർഘായുസിനും അതുപോലെ ആ രോഗങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഏറ്റവും നല്ല മരുന്നാണ് ചിറ്റമുള്ള. അതിൻ്റെ ആ ഫലം അപ്പൊ ഇവിടെ പറയണ ചില ഹോമങ്ങളൊക്കെ നടത്തിച്ചു. കുട്ടികൾക്ക് കഷ്ടമൊന്നും ഇല്ലാണ്ടിരിക്കാനേ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കഴിയണം. ആ ബ്രാഹ്മണരുടെ അനുഗ്രഹം അതും പറയും. ആരാ ബ്രാഹ്മണര്? അസൂയില്ലാത്തവര്. ഇപ്പൊ ഇടയ്ക്ക് ദക്ഷിണയുടെ കനം നോക്കിയിട്ടാവും കയ്യിൽ താക്കലും ഉയർത്തലും ഉണ്ടാവുക അല്ലേ? അമൃതം പറയാത്തവര്. അസത്യം ഒരിക്കലും പറയില്ല. ഈ അസത്യം പറയാത്ത ഒരാള് ഒരു സത്യം പറഞ്ഞാൽ അത് സത്യമാവും. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. എപ്പോഴും സത്യം പറയുന്ന ഒരാളെ അസത്യേ പറഞ്ഞിട്ടില്ല വിചാരിക്കുക. ഈ നേരെ ആവാത്ത ഒരു സാധനത്തിനോടും തനിക്കൊക്കെ നേരെ ആവണോ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത്ര അങ്ങേപ്പുറത്ത് നിന്നിട്ട് എന്തിനാ ഈ വേണ്ടാത്ത അനുഗ്രഹമൊക്കെ കൊടുക്കണമെന്നാണ്. നീ വളരെ നേരെയാക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. അതാണ് അസൂയില്ല, അമൃതമില്ല, ദമ്പല്ല. ഞാൻ കേവലാണെന്നുള്ള വിചാരമില്ല. ദമ്പേഷ്യ കണ്ണുകടിയില്ല. ഹിംസ ആരെയും ഉപദ്രവിക്കണമെന്നില്ല. മാനം ഞാൻ അഭിമാനം ഏമാണ് എന്നെ നമുക്ക് ആ ഭാവമില്ല. അങ്ങനത്തെ ഒരാണ് ആ സജ്ജനങ്ങൾ ബ്രാഹ്മണര്. അവരെ കൊണ്ട് അനുഗ്രഹമൊക്കെ ഉണ്ടായി. ഇത് കഴിഞ്ഞ് അടുത്ത രീതിയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോഴേക്കും 6 മാസമായി. കട്ടി കുട്ടി ഒക്കത്തെടുക്കാറായി. അപ്പൊ മറ്റതൊക്കെ എങ്ങനെയല്ലേ എടുക്കുള്ളൂ? ഒക്കത്തെടുക്കുകയാണ്. യശോദ ഒരു ദിവസം ഒക്കത്ത് കൊടുത്ത് അങ്ങനെ നടക്കുകയാണ് ഭഗവാൻ. പെട്ടെന്ന് ഭഗവാൻ അങ്ങനെ കനം കൂടാൻ തുടങ്ങി. കനം കൂടാൻ തുടങ്ങിയപ്പോ യശോദയ്ക്ക് എന്താ ഇത്? ഇതാണ് മഹിമ എന്ന് പറഞ്ഞ സിദ്ധി. അതുള്ളവർക്ക് അതൊക്കെ സാധിക്കുന്നതാണ്. കനം കൂടിയപ്പോ യശോദ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോ അവിടെയാണ് വെച്ചു. വെച്ചപ്പോഴേക്കും ഗോകുലത്തില് ഒരു ചുഴലിക്കാറ്റ്. ഭൂന്ന് കോമൾക്കികളൊക്കെ കരയണോ. കുട്ടിയും കാറ്റും മെലയൊക്കെ ആയിട്ട് ആ ചുഴലിക്കാറ്റിൽ തോന്നു. അതൊരു ചുഴലാണ് പ്രണാവർത്തൻ. അവൻ എന്താ ചെയ്തത്? വന്നിട്ട് ഭഗവാനെ ഇവിടെ ചോദ്യ വെച്ചിട്ടില്ലേ? ചോദ്യം കണ്ണി ചീപ്പി കാറ്റ് വന്നപ്പോഴേ ഭഗവാന്റെ കഴുത്ത് പിടിച്ച് മേപ്പെട്ടാണ്ട് ഉയർന്നു. ആ മേപ്പെട്ട് ഉയർന്നപ്പോഴോ ഭഗവാൻ അവന്റെ കഴുത്തിലും പിടിച്ചു. എന്നിട്ട് അങ്ങനെ കനം കൂടാൻ തുടങ്ങി.
അവൻ്റെ കഴുത്ത് പിടിച്ച് ഭഗവാന് കരം കൂടിയണ്ട അവൻ്റെ കഴുത്ത് അങ്ങനെ മുറുകി മുറുകി കുറച്ച് കെട്ടുമ്പോ അവനും താഴത്തേക്ക് വീണു. മരിച്ചു വീണപ്പോഴേക്ക് അപ്പൊ ചുഴലിക്കാറ്റ് കൊതുങ്ങി ഗോവർത്തികൾ എവിടെ കണ്ണം നോക്കുമ്പോഴാണ് ഈ അസുരന്റെ കഴുത്തിലും പിടിച്ച് യശോദ പോയി എടുത്തു. ചില കർമ്മങ്ങളും കൂടിയൊക്കെ ചെയ്യിപ്പിച്ചു പറയാം. ഇങ്ങനെ 6ാമത്തെ മാസത്തിന് ആരില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യശോദയ്ക്ക് ഒരു ദിവസം യശോദ കണ്ണനെ കളിപ്പിക്കുകയാണ്. നമ്മൾ ചെറിയ കുട്ടികളെ ഒന്ന് ചെറുപ്പിക്കാനേ എന്നൊക്കെ പറയില്ലേ, അതുപോലെ മടി കെട്ടി കളിപ്പിച്ചതാ. ഭഗവാൻ ഒരു കോട്ടായിട്ട് കോട്ടായിട്ടപ്പോ യശോദ എന്താ കണ്ടത്? താണ്ട കയറി ഭഗവാന്റെ വായയിലിരിക്കണം. ഗോകുലുണ്ട്, നന്ദഗോപുണ്ട്, എല്ലാം പെട്ടെന്ന് ഭഗവാൻ വായ കൂട്ടി യശോദ അത് മറക്കുകയും ചെയ്തു. ആദ്യത്തെ റിമൈൻഡർ യശോദയ്ക്ക് ഞാൻ ആരാണ്. പക്ഷെ യശോദ അധികം ചിന്തിച്ചില്ല. അപ്പൊ ഈ 2 ലീലകളും എന്താ? ആദ്യം ശകടാസുരനാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഭാഗവതമൊക്കെ കുറച്ചു കാലം കേൾക്കാൻ തുടങ്ങി, ഭഗവാനെ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ ലൗകിക ബന്ധങ്ങള് കുറേശ്ശെ പോകും. അതായി ശകടാസ്. കാളവണ്ടി ചവിട്ടി പൊട്ടിക്കുക, വണ്ടി എന്തെങ്കിലും നിൽക്കുക, നെട്ടും പൊട്ടും ഒക്കെയാണ് അല്ലേ? അതങ്ങനെ പൊട്ടലാണ്. നമ്മുടെ നെട്ടും പൊട്ടും ഏതാ? മക്കള് മരുമക്കള് കൂടിയിട്ട് അതിലാണ്ടാവും അല്ലേ? ഇത് വന്ന അപ്പൊ സപ്നാട്ടിൽ രസം പിടിച്ച ചില മുത്തശ്ശിമാരോട് കല്യാണം ആയാലും വേണ്ടില്ല, പെണ്ണായാലും വേണ്ട, ഞാനൊന്നിനും ഇല്ല, ഇത് കഴിഞ്ഞിട്ടേ വേറെ വിടക്കി വിടുവാൻ പറയുള്ളൂ. അതെന്താ കാരണം? ലൗകികമായിട്ടുള്ള ബന്ധങ്ങള് ഭക്തി വളരുമ്പോ തന്നെ കുറയും. ബന്ധം ആരോടാവാം? ഭഗവാനോടാവാം. ഇതാണ്. അത് കഴിഞ്ഞാണ്ടായി ഇതൊക്കെ ഓരോ ഗുണങ്ങളാണ് ഭാഗവത്തില്. 35 അധ്യായം വരെയും ജീവന്റെ ശുദ്ധിക്ക് വേണ്ട ഗുണങ്ങളെ പറഞ്ഞു തരും. അത് കഴിഞ്ഞാലാണ് തൃണാവർത്തൻ. എന്താണ്? ചുഴലിക്കാറ്റ. ആഗ്രഹങ്ങൾ കുറയാൻ. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ എവിടേക്ക് കൊണ്ടുപോടുവാൻ. ഇത് എല്ലാവർക്കും ഉണ്ടാവും. എന്നോട് ഞാൻ കോളനിക്ക് ഒരു ദിവസം ഒരു ബസ്സിൽ കയറിയിരുന്നു. അപ്പൊ മുമ്പിൽ ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്. അയാൾ എന്നെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ബസ്സിലൊക്കെ ചില വിദ്വാന്മാര് ചില കടലാസും കൊണ്ട് ഇങ്ങനെ മരത്തിമ്പിലിട്ടിട്ട് അങ്ങനെ പിന്നാക്കം പോയി പിന്നെ കാശ് വാങ്ങി വരുമല്ലോ. എന്താ? ലോട്ടറി. ഈ സന്യാസിന്റെ മടിയിൽ ഒരു ലോട്ടറി ടിക്കറ്റ് ഇട്ടിട്ടാണ് ഈ വിടാൻ പോയത്. സ്വാമി 10 ഉറുപ്പിക കൊടുത്ത് അത് വാങ്ങുകയും ചെയ്തു. ഞാൻ ഇത് കണ്ടു. സ്വാമി ഞാൻ അറിയില്ല, എന്താ സ്വാമി ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കണ്ടല്ലോ? സ്വാമി ഇഷ്ട വഴിക്ക് പറഞ്ഞു, ഷാരോടി നിങ്ങൾക്കൊക്കെ നല്ല നിങ്ങട്ടുള്ള നാക്ക് തന്നിട്ടുണ്ട്, എനിക്ക് അതില്ല, വല്ലതൊക്കെ കിട്ടിയിട്ട് വേണമെന്നാണ്. അപ്പൊ എപ്പോഴും എന്താ അറിയോ, ആഗ്രഹങ്ങളാണ് മനുഷ്യനെ അധർമ്മങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുക. അപ്പൊ അത് ഭക്തി വർദ്ധിക്കുമ്പോ എന്തായി? ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ കുറയും. വേണ്ട, ഇതൊക്കെ മതി, ഉള്ളതുകൊണ്ട് മതി എന്ന ഭാവം ഉണ്ടാവും. അതിനാണ് തൃണാവർത്തൻ. ഇത് 2 രീതിയും കഴിഞ്ഞ് ഈ ഭഗവാന്റെ ബാലലീലകളിലേക്ക് കിടക്കുകയും കുട്ടിക്കാലത്ത് ഭഗവാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പേരിടുന്ന് കഴിഞ്ഞില്ല. പേരിടാത്തോണ്ട് ഒരു കുഴപ്പമുണ്ടോ? ജ്ഞാനാനന്ദസ്വാമി ഇങ്ങനെ തമാശക്ക് പറഞ്ഞു കേട്ടോ. എന്താ? ഗോപത്രികളെ രാവിലെ വരി ഉണ്ണിയെടുക്കാൻ യശോദോട് ചോദിക്കുക, യശോദ ഉണ്ണി ഉറങ്ങോ? 7 ഉണ്ണി 2 ഉണ്ണി ഉണ്ടാവുകൊണ്ടേ പേരിട്ടിട്ടില്ല. കറുത്തുണ്ണി എന്ന് പറഞ്ഞിട്ട്. അയ്യേ, കറുത്തുണ്ടാച്ചിട്ട് കറുത്തുണ്ണി എന്നൊക്കെ പറഞ്ഞിട്ടാവോ? രാമനില്ല, കറുത്തുണ്ണി അവള് കൊണ്ടുപോയി എന്നാ വെളുത്തുണ്ണി എന്ന് പറഞ്ഞിട്ടാണേ. അപ്പൊ പേരിടണം, എന്തായാലും പേരിടാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗർഗൻ. ഗർഗൻ എന്തിന്റെ ആളാണ്? ഘോര. അഹോരാത്രം എന്ന പേരത്തെ ആ തലപ്പും ഈ തലപ്പും വെട്ടിയിട്ടാണ് ഘോര എന്നുള്ള വാക്കുണ്ടായത്. അതായത് കാലഗണന ജ്യോത്സ്യത്തിന്റെ ആളാണ്. ഈ ഘോരയെ തന്നെയാണ് ഇംഗ്ലീഷുകാരെ HOUR ആക്കിയത്, അവർ എന്നാക്കിയത്. അപ്പൊ അതാണ് ആ സംസ്കൃതത്തിന്റെ മാതൃഭാവുണ്ടല്ലോ. എത്ര ഗംഭീര ഏത് പാട്ടുടെയും മാതാവാണ്. അപ്പൊ എന്തായാലും ഈ ഘോരാശാസ്ത്രം ധാരാളം പഠിച്ച ആളാണ്. അദ്ദേഹം വന്നു, പ്രത്യേകം പറഞ്ഞേച്ച് വന്നു കേട്ടു. എന്തായാലും ഉണ്ണിൻ്റെ അവിടെ ഒന്ന് പോയി കണ്ടോളൂ, നല്ല ഉണ്ണിയാണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ കാണാൻ വന്നു, കണ്ടു. അപ്പോൾ നന്ദഗോപൻ പറഞ്ഞു, നോക്കൂ കുട്ടികൾക്ക് പേരെഴുതി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ കുട്ടികൾക്ക് പേരിട്ടാൽ വിരോധമില്ല, ജ്യോതിയൊക്കെ ധാരാളം അറിയുന്ന ആളല്ലേ. അപ്പം ഗർഗൻ പറഞ്ഞു, ഞാനേ യാദവന്മാരുടെ പുരോഹിതനാണ്. അപ്പം ഇവിടെ വന്ന് പേരിട്ടാൽ അങ്ങും പ്രത്യേകനും ചങ്ങാതിമാരാണ്.
ബത്തേവന്റെ 8ാമത്തെ കുട്ടി പെൺകുട്ടിയില്ലാന്ന് ചെറിയൊരു സംശയം കംസന് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഒരു പക്ഷേ ഞാൻ വന്ന പേരിട്ടാൽ ഇത് ബത്തേവന്റെ നന്ദഗോപൻ ഇതൊന്നും അറിയില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാന്നപ്പോ അങ്ങക്ക് എങ്ങനെ ഉണ്ടെച്ചാൽ ആരും അറിയാണ്ട പേരിടാം ശരീരം പറഞ്ഞ് ആദ്യം രോഹിണി പുത്രനെ കൊണ്ടേ കൊടുക്കുകയാണ്. രോഗന്റെ പുത്രനെ കണ്ടപ്പോ തന്നെ പറഞ്ഞു, ഇത് ഇവിടുന്ന് വന്ന ലക്ഷണം കാണാണ്ട്. എന്താ അവിടെ നിങ്ങൾ വന്നോണ്ടേ, അതുകൊണ്ട് ആദ്യം പിന്നെ എല്ലാം നോക്കി സംഘർഷണം ഒരിച്ചിട്ട് ഈ യാദവന്മാരായിട്ടൊരു ബന്ധവും കാണണ്ട. അവിടെ ഒരു കാര്യം ചെയ്യാം, സംഘർഷണം എന്ന് പേരിടാം. എന്താ ഈ സംഘർഷണം? ഒരിച്ചല് നല്ലതേതാ ചീത്തേതാ അഹങ്കാരത്തിന്റെ ദേവതയാണ്. അതുകൊണ്ടായി ഭാഗവത്തില് എന്റെ ദേവയ്ക്ക് പ്രസവിച്ചൂടെ ബലരാമനെ, എന്തിനെ തൽക്കാലം രോഹിണിക്കാക്കിയത്? അത് അറിയാണ്ട് കൊണ്ടുപോയി എന്നാണ്. എന്താർത്ഥം? ബലരാമൻ അഹങ്കാരാണ്. ആ അഹങ്കാരപ്പോഴാരുടെ കൂടെ അവരുടെ രോഹിണിയിൽ വരണം, അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാവില്ല. എന്താ രോഹിണി പറഞ്ഞാല്? രോഹണം ചെയ്യിപ്പിക്കുന്നവൾ, മുളപ്പിക്കുന്നവൾ. സംസാരത്തിന് കാരണമാണ് ഇപ്പോഴും വല്ല പച്ചക്കറിയൊക്കെ കുത്തിയിടാണെച്ചാലേ രോഹിണിക്കാരെ വിളിക്കുക നല്ലത്, എന്നായിട്ട് കാര്യമെങ്കിലും ഉണ്ടാകുന്നതാണ്. അതാണ് രോഹിണി. അഹങ്കാരം എപ്പോഴും എങ്ങനെയാണ്? രോഹണം സംസാരത്തിലെത്തണം, എന്നാലേ അഹങ്കാരം കൊണ്ട് കാര്യമുള്ള പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. അതാണ് രോഹിണി പുത്രനാക്കിയത്. പിന്നെ ഒരു 2 പേരും കൂടി നല്ല ശക്തിയുണ്ട്, ബലൻ. അഹങ്കാരത്തിനുള്ള ശക്തിയുള്ളത് വേറെ ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും ആനന്ദം ഉണ്ടാക്കില്ലേ, രാമൻ. അങ്ങനെ ബലൻ, രാമൻ, സംഘർഷണം 3 പേരിട്ടു. ഇതാണ് കഴിഞ്ഞ് തൻ്റെ പുത്രനാണെന്നും പറഞ്ഞ ഭഗവാനെ കൊണ്ടേക്കൊടുത്തു. ഭഗവാനെ കൈ കെട്ടിയപ്പോ ഗർഭനൊരു നിൽപ്പ് നിന്നുണ്ട്. എന്താ അറിയോ? ബ്രഹ്മത്തിൽ നിന്ന് ആർക്കും കൈയെടുക്കാൻ പറ്റിയപ്പോ നിരീകം നിരാകാരമങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. ആ ബ്രഹ്മത്തിനെ കയ്യിലെടുക്കാൻ കിട്ടുമോ? കയ്യിലെങ്ങനെ കിട്ടിയപ്പോ ഗർഭനൊരു നിൽപ്പ് നിന്നു. നന്ദഗോപനോട് ആദ്യം പറഞ്ഞു, നന്ദഗോപ, ഈ ഉണ്ണിക്ക് പേരിടാൻ എനിക്കല്ല ആർക്കും സാധിക്കില്ല. ലോകത്തിൽ എന്തൊക്കെ പേരുണ്ടോ അത് മുഴുവൻ ഉണ്ണിയുടെ പേരാണ്. മാത്രമല്ല ഈ ഉണ്ണി ഇതിന്റെ മുമ്പേ കൃതയുഗത്തില് വെളുത്ത നിറത്തില്, ത്രേതായുഗത്തില് ദുഷ്ട നിറത്തില്, ദ്വാപരത്തിന് മഞ്ഞ നിറത്തില്, ഇപ്പൊ കലിയുഗത്തിന് വേണ്ടി കറുത്ത നിറത്തിൽ അവതരിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ പേരിടാം. സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഈ ഉണ്ണി. അതുകൊണ്ടൊരു കാര്യമുണ്ട്, ആ ഭഗവാനെ പരമാത്മാവായി കണ്ടിട്ട് നന്ദഗോപ വളരെയധികം തത്വം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഭാഷ. ഗോപായമാകിത നന്ദസുതോയം വൈ നാരായണ സമോ ഗുണൈഹി. നന്ദഗോപ, അങ്ങനെ ഈ പുത്രൻ നാരായണ തുല്യനാണ്. അതുകൊണ്ടൊരു കാര്യമുണ്ട്, ഗോപായത്വ സമാഹിത. വേണ്ട മാതിരി ആ ഭഗവാനെ നോക്കിയാൽ അങ്ങക്ക് ഗോപായത്വം എന്ന് പറഞ്ഞാൽ രക്ഷിച്ചാലെന്ന് ഒരർത്ഥം. അതിനെ 1 പദം മുറിച്ചാൽ ഗോപായത്വ. അങ്ങക്ക് ആ ബ്രഹ്മനിഷ്ഠ പാലിക്കാൻ കഴിയും. അങ്ങനെ പുത്രനെ പരമാത്മാവായിട്ട് കാണുകയാണെങ്കിൽ അങ്ങക്ക് ബ്രഹ്മനിഷ്ഠ പാലിക്കാൻ കഴിയും. അതാണ് ഗോപായത്വ സമാഹിത. പറയണം എന്താ? ശ്രിയാ കീർത്തിയാനുഭാവേന ഗോപായത്വ സമാഹിത. ഐശ്വര്യം കൊണ്ടും കീർത്തി കൊണ്ടും അനുഭാവം കൊണ്ടും നാരായണ തുല്യനാണ്, ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ വേണ്ടമാതിരി നോക്കിയാൽ അങ്ങയ്ക്കും ബ്രഹ്മനിഷ്ഠ പാലിക്കാം. എന്നാ നന്ദനോ അത് കേട്ടപ്പോഴേക്കും സന്തോഷമായി. ആത്മാനം ആശിഷാം പൂർണ്ണമേനെ, തനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിരിക്കണോ എന്ന് നന്ദഗോപനും തോന്നി എന്ന് പറയണം. എന്തായാലും ഗർഗൻ
ആ പേരിട്ടു, കൃഷ്ണൻ എന്ന് പേരിട്ടു. മറ്റേ രാമനും നന്ദഗോപൻ പിറ്റേ ദിവസം സ്ത്രീകളൊക്കെ വന്നപ്പോൾ നീരാ കറുത്തുണ്ണി വെളുത്തുണ്ണിയൊന്നും വേണ്ടട്ടോ, കറുത്തുണ്ണി കൃഷ്ണനെ വിളിക്കുക, വെളുത്തുണ്ണി രാമനെ വിളിക്കുക. സന്തോഷമായി. കൃഷ്ണരാമ കൃഷ്ണരാമ ആ രണ്ട് വാക്കിനൊരു ചർച്ചയുണ്ട് അല്ലേ. ഇപ്പൊ ചിലരൊക്കെ ഹരേ കൃഷ്ണ മുമ്പിലെത്തിയിട്ട് ഹരേ രാമനെ. എനിക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഹരിചന്ദ്രനോപനിഷത്തിൽ എന്താ, ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് വേറെ ആവുമ്പോഴേ അത് അമ്പലത്തേക്ക് പോണോ പിന്നാക്കം പോണോന്ന്. രാമനും കൃഷ്ണനും ഒക്കെ ഒന്ന് തന്നെയാണ്. ഭാഗവത പ്രകാരം എങ്ങനെയാ, അഹങ്കാരം തന്നെ ഇവിടുന്നുണ്ടാവണ, ചിത്രത്തുനിന്നുണ്ടാവുള്ളത്. അപ്പൊ എന്തായാലും കൃഷ്ണ അങ്ങനെ ജപിച്ച് അവരങ്ങനെ ആനന്ദമായിട്ട് കഴിയാണ്. ഗോപത്രികൾ രാവിലെ ആയാൽ വരും, യശോദേ കൃഷ്ണനെ ഞാൻ കൊണ്ടുപോകണം കേട്ടോ, രാമനെ ഞാൻ കൊണ്ടുപോകണം കേട്ടോ. കുട്ടികൾ മുട്ടുകുത്തി ഓടാനൊക്കെ തുടങ്ങി. ബാബാ വികൃതികളെ ഇരുന്നാന്ന് പറയണം. മുട്ടുകുത്തിയിട്ട് ഇറക്കി തൊഴുത്തേക്കൊക്കെ പോവുക. എന്നിട്ടോ അവിടെ പോയി ആ ചാണകത്തിലൊക്കെ അങ്ങനെ കുളിച്ച് നിൽക്കും. അപ്പോഴൊക്കെ ആവും വല്ല ഗോപത്രികളും വരിക. അവർക്ക് എടുക്കാനൊരു അഴുക്കുണ്ടാവും. എന്താ ഈ ചാണകമൊക്കെ വലിച്ചാണ് കയറി അവരുടെ മുകളിലേക്ക് കാര്യമൊക്കെ പിടിച്ചിട്ടേ. അപ്പോഴൊക്കെ ഇറക്കി പശുവിൻ്റെ വാരി പിടിച്ചിട്ടായിരിക്കും പാടിജാന പരിചന്ദ്രമത്രമേദബിന്ദു മധുരം മുഖം വകൻ ദൂതരേണ വപുഷാ ജനാർദ്ദനോ ഗോകുലം നിഖില മന്നരഞ്ജയൽ. മുട്ടുകുത്തിയെന്ന് ഓടും. ഇടയ്ക്ക് കാല് കടഞ്ഞാൽ കൈ കടഞ്ഞാൽ പശുവിൻ്റെ വാരി പിടിച്ചിട്ടാവും പിന്നെ മുട്ടുകുത്തൽ. എന്നാൽ കയ്യും കുത്തണ്ടല്ലോ നിലത്ത്. എന്നിട്ട് അങ്ങനെ ഇടയ്ക്ക് അടുക്കളയിലേക്ക് കയറി ചെല്ലും. അടുക്കളയിൽ കയറി ചെന്നാൽ അടുക്കളയിൽ കൊള്ളി ഇട്ടാൽ ഒരാളാ കൊള്ളിക്കും, മറ്റേ ആളാ കൊള്ളിനെത്തി. അപ്പോഴൊക്കെ യശോദ നോക്കി, അയ്യോ യശോദേ കുട്ടി വീട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഓടിപ്പോയി എടുക്കും. അപ്പോഴേക്കും ഒരാൾ വിശാന്തി എടുത്തിട്ടാവുന്ന മുതല് ആ വിശാന്തിയുടെ മൂർത്തിയുള്ള ഭാഗം ഒരാൾ പിടിക്കുക, മറ്റേ ആൾ പിടിച്ച് വലിക്കുക. രോഹിണി, അയ്യോ രോഹിണി അതാ കുട്ടി വിശാന്തി എടുത്തിരിക്കണോ. രണ്ടാളൊക്കെ എത്ര കണ്ണുണ്ടായാലും കുട്ടിയെ നോക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറയണം, ചേക്കാത്ത ആ പതുരനം മനസോനവസ്ഥ. ശിവകട്ടിയൊക്കെ വളരെ ഭക്തിയോട് കൂടിക്കൊണ്ടാ ഭരിച്ചിട്ടേ മനസ്സ അനവസ്ഥ ആപതു. യശോദയ്ക്കും രോഹിണിക്കും മനസ്സ് തീരെ ഇണങ്ങാത്തൊരവസ്ഥ. കണ്ണനെ നോക്കിയിട്ട് കണ്ണെന്നൊരൊറ്റ വിട്ട യോഗികൾക്കും കൂടി അത് അത്ര വേഗം കിട്ടില്ലാവോ എന്ന് പറയണം. മനസ്സ് ഭഗവാന്റെ എത്താനേ ആ യശോദയും രോഹിണിയും എത്ര ഭാഗ്യം ചെയ്തിട്ടുണ്ടോന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരാൾ പൂച്ചയെ പിടിച്ച് മടിയിലിരുത്തിയിട്ടുണ്ടാവും. മറ്റേ ആള് പൂച്ചയുടെ പല്ല് പറിക്കുക, വായ പിടിച്ചിട്ട് പൂച്ചയുടെ പല്ല് പറിക്കുക. അപ്പോഴേക്കും അയ്യോ ഉണ്ണി പൂച്ചയുടെ വായയിൽ കൈയിടണോ. ഇങ്ങനെ ഒരുപാട് വൃത്തികളെ അതിനെ കുറച്ചങ്ങനെ വർണ്ണിക്കുകയാണ്. കുറച്ച് ദിവസം കഴിച്ചപ്പോഴേക്കോ കുറേശ്ശെ നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങിയപ്പോഴോ ഭഗവാൻ ആ കുഞ്ഞിക്കാലും വെച്ച് ചെറുക്കാൻ പുതുക്കാൻ കുട്ടികളെ എങ്ങനെയുള്ളോ നടത്തുക. ഇങ്ങനെ പിടിച്ചിട്ട് വിഴാൻ പോകുമ്പോഴും ആ ചെറുക്കാൻ പുതുക്കാൻ വെക്കണൊക്കെ ശ്രീ ഗൗരവംഗതമിയം സകേതമേ മേദിനീതി കൃപയേവ ചിന്തയൻ മാധവ പദന ഭീതിമുദ്വകൻ മന്ദമേവ വിദധേ പദാവലിം. കുഞ്ഞിക്കാല് മെല്ലെ വെച്ച് നടക്കും. എന്തുകൊണ്ട്? ഭൂമിയുടെ ഭാരം തീർക്കാനാണോ താൻ അവതരിച്ചിരിക്കുന്നത്? ഞാൻ അവർത്തി നടന്നിട്ട് ഭൂമിക്ക് ഭാരം കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണോ തോന്നുന്നത്? അല്ലാട്ടോ വീഴുവോ പേടിച്ചിട്ട്. ആ മെല്ലെ കുഞ്ഞിക്കാലും വെച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങാം. കുറച്ചു ദിവസം കഴിഞ്ഞു. നടന്ന് അവസാനം രാവിലെ അമ്മ രാവിലെ കുളിപ്പിച്ച് വിട്ടാൽ ആ ഗോപിക്കുഴി ആ നല്ല മഞ്ഞ മുണ്ടൊക്കെ ചുറ്റി വൈപ്പീരിയൊക്കെ ആയി എല്ലാ ഗോപുരത്തിലും വീട്ടിലേക്ക് കയറി ചെല്ലും. ആ വീട്ടിലേക്ക് അങ്ങനെ കയറി ചെല്ലുമ്പോഴോ ഗോപസ്ത്രീകളെ ഉണ്ണി കയ്യിൽ കിടക്കും, ഇവിടെ ഒരു കുറച്ച് വെണ്ണ കഴിച്ചോളൂ. അപ്പോൾ നെൽപ്പുണ്ട്. എന്തിനാ എനിക്കെന്തിനാ നിങ്ങളുടെ വെണ്ണ? എൻ്റെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ, നല്ലോണം കഴിച്ചിട്ടാവും വന്നിരിക്കണം. അതുകൊണ്ട് എനിക്ക് വെണ്ണയൊന്നും വേണ്ട. ഞാൻ കുട്ടികളെ കളിക്കാൻ വിളിക്കാൻ വന്നതാണ്. കുട്ടിയെ വിളിക്കുന്ന ഓ കുട്ടികൾക്ക് അല്പം കൊടുത്താലും മേടിക്കില്ലേ? എന്തേ ഇവരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് വഷളാവണ്ട. നാരായണീയത്തിൽ മേപ്പത്തൂര് അതാ പറയാ, കഴിഞ്ഞ ജന്മോ രാത്രി മക്കാവലിന്റെ മുമ്പിൽ കൈ നീട്ടാൻ പോയി പേരാകെ വഷളായി.
ഈ ഗോപത്രികളുടെ മുമ്പിൽ കൈ നീട്ടില്ല എന്നാ. പക്ഷെ എന്നാലോ അതുകൊണ്ട് ചിത്തച്ചോരാന്നത് വിളിയുണ്ടല്ലേ. ഗോപത്രികളുടെ മനസ്സിനെ അപകരിക്കാൻ എന്താ ചെയ്തത്? ഇടയ്ക്ക് കുറേശ്ശെ കക്കാൻ തുടങ്ങി അറിയാണ്ട് ഒരു അത് എന്നിട്ട് ഗോപത്രികളുടെ ഒരു പരാതിയായിട്ടാണ് സംഗ്രഹിക്കുക. ഒരു പ്രാവശ്യം ഗോപത്രികള് യശോദയുടെ മുമ്പിൽ വന്നു. യശോദേ, ഒന്നേഴുച്ചാൽ എന്തുകൊണ്ട് അടിക്കണമെന്നാ? ഒലക്ക കൊണ്ട് അടിക്കണമെന്നാണ്. എന്റെ മകനെ കൊണ്ട് തോറ്റു വിട്ടുപോന്ന എന്തേന്ന് ചോദിച്ചപ്പോ ഞാൻ പറയട്ടെ ആദ്യം എന്ന് പറഞ്ഞ ഓരോരുത്തരും അവരുടെ പരാതി. മുഞ്ചൻ കൊതിതമയേ അസമയേ കുജിൽ വത്സാൻ മുഞ്ചൻ ക്രോധസഞ്ജാതഗാഥ യാതി. ക്രിയാപകത്ത് ഇവിടുന്നെങ്കിലും കൊണ്ടുവരട്ടോ. എന്താ പറയണ്ട? നോക്കൂ യശോദേ, എന്റെ മകനെ കൊണ്ട് തോറ്റു വിട്ടുവോ? എന്താ പരാതി ചോദിച്ചപ്പോ ഞാൻ മിഞ്ഞാന്ന് ഒരാള് വൈകുന്നേരം കുറച്ച് പാല് വേണം അധികം എന്നും പറഞ്ഞു വന്നു. രാവിലെ കിടക്കുമ്പോഴേ അവ കണ്ണനടുത്തുണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം തരാമെന്നും പറഞ്ഞു. വൈകുന്നേരം പാലധികം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുട്ടിയെ നേരത്തെ പിടിച്ച് മാറ്റി കെട്ടി കുടിക്കാൻ കൊടുത്തില്ല അധികം. വൈകുന്നേരം കിടക്കാൻ ചെന്ന് നോക്കുമ്പോ കുട്ടി നിന്ന് പാല് മുഴുവൻ കുടിച്ചിരിക്കുന്നു. എനിക്ക് ദേഷ്യം വന്ന് ആരായി വൈകുട്ടിയെ വിട്ടാന്ന് ചോദിച്ചപ്പോ എന്റെ ഈ സാധനം തൊഴുത്തിന്റെ പിന്നെ നിങ്ങോട്ട് ചാടി. നിങ്ങൾ വൈകുട്ടിക്ക് ഒട്ടും കൊടുക്കില്ല, ഞാൻ തന്നെ വിട്ടാന്ന് പറഞ്ഞ ചെറിയ എന്തൊക്കെയോ കാട്ടിട്ടൊരൊറ്റ ഓട്ടം. നേയം സ്വാദു അത്തി അതടിവയ കൽപ്പിതൈയോഗൈ ദരിവയ കൽപ്പിതൈ തേയയോഗൈ തേയം സ്വാദു അത്തി. ഇവൻ കുറേശ്ശെ കക്കാൻ തുടങ്ങിയിട്ട് കേട്ടുവോ. കക്കുമ്പോഴും ഉണ്ടായിരുന്നൊരു ഭംഗി. അവിടെ ആ സ്വാദു ശരിക്കാ കക്കല്ല. എന്താ കാരണം? ഈ കള്ളന്മാരുണ്ടാവും ഇപ്പൊ മര്യാദ കള്ളന്മാര്. നിങ്ങളെ പാസ്പോർട്ടിൽ അയച്ചു തരുന്നു, ഞാനാണ് ആ പേഴ്സ് പോക്കറ്റ് അടിച്ചത്, എന്നെ നിങ്ങൾ തെളിയില്ല, ഇനിയെങ്കിലും പേഴ്സിൽ കുറച്ചധികം കാശിട്ട് നടക്കു കിട്ടുവോ അല്ലേ? അതൊക്കെ പറയുന്നവരുണ്ടാവും. അങ്ങനത്തെ മര്യാദ കള്ളന്മാരുണ്ടാവും. ഒരു വാക്കുവാദം എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. ഞാൻ ആ ലാഭത്തോടെ പാകം നടത്തുമ്പോൾ നാരായണീയല്ല. അപ്പോൾ വൈകുന്നേരം നാരായണീയ അലമാരയിലൊക്കെ വെച്ച് പൂട്ടും വരും. രാത്രി അമ്പലത്തിൽ കള്ളം കയറി. കള്ളം കയറിയിട്ട് ഭണ്ഡാരം ആദ്യം കുത്തി പൊളിച്ച് നോക്കി, അതിലൊന്നുമില്ല. അവർ വൈകുന്നേരം എടുത്ത് കൊണ്ടുപോയിരിക്കും. അപ്പൊ പൈസ അലമാരയില്ല വെച്ചിട്ട് അലമാര കുടിച്ച് നോക്കി, അതിലുമില്ല. അപ്പൊ അവൻ ദേഷ്യം വന്നിട്ട് കമ്മിറ്റിക്കാരുടെ റെസീറ്റ് ബുക്കൊക്കെ കീറി കീറി വിറ്റത്താണ്ടിട്ടുണ്ട്. നാരായണീയം പുസ്തകമുണ്ട്, അത് തൊട്ടിട്ടില്ല കേട്ടോ. അതെടുത്തിട്ട് പേർത്ത് കൊണ്ടേ വെച്ചിരിക്കണം. 10,4 ഉറുപ്പിക ദക്ഷിണയും വെച്ചിട്ട് മറാടും അവിടെ വെച്ചിട്ടുണ്ട് കുത്തിപ്പെടുത്തതേ. അപ്പൊ അങ്ങനത്തെ കള്ളന്മാരെ കൃഷ്ണനെ അതുപോലെയാണോ ഉണ്ടേ. അപ്പ ഉണ്ടാക്കി വെച്ച അപ്പൊക്കെ എടുത്ത് തിന്നും. എന്നിട്ട് ചാണകോടുള്ള വൃത്തിയിട്ട് എണ്ണ കൃത്യമായിക്കോട്ടെ എന്ന് പറഞ്ഞ ഇടയിൽ കൊണ്ടേ വെക്കുക. നാഴി പാലെടുത്ത് കുടിച്ചാൽ 4 നാഴി വെള്ളം പറഞ്ഞു വെക്കുക. ഞങ്ങളെ കലത്ത് പോയി നോക്കുമ്പോ ഉറവ് വന്നിട്ടുണ്ടോ എന്ന് സംശയം ആൾക്കാർ ചീത്ത പറയും. നിങ്ങളുടെ പാല് മുഴുവൻ വെള്ളപ്പാലാണെന്ന് പറഞ്ഞിട്ടേ. അത് അത്തേകം സ്വാദു അത്തി അതതിവല കൽപ്പിതൈ മർക്കാൻ പൂച്ചൻ. കുരങ്ങനും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കും കേട്ടോ. വടക്കേ ഇന്ത്യയിലെ കുരങ്ങന്മാരാ കളിക്കുട്ടികള്. മറക്കാന്ന് പറഞ്ഞാൽ ശരിക്ക് പൂച്ചാന്ന് ഇവിടെ പറയാൻ മാത്രമേ ഉള്ളൂ. ആ കുരങ്ങനും ഇതൊക്കെ കൊടുക്കുക. എന്താ വിഭജതി തചേന്മാത്തി ഭാണ്ഡം വിനത്തി. നീ കക്കാൻ കിട്ടിയിട്ടില്ല, പാത്രം പൊട്ടിക്കുക. അതെന്താന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ മിനിഞ്ഞാന്ന് എൻ്റെ മകനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പാല് വെക്കുന്ന പാത്രത്തിൽ പാല് വെച്ചില്ല. പുതിയ കലം ആ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു, പാല് മാറ്റി വെച്ചു. കണ്ണം വരുമ്പോ കക്കാൻ തുടങ്ങുമ്പോ കളിയാക്കണമെന്നും പറഞ്ഞ് ഞാനും ഒളിച്ചു നിന്നു. കണ്ണൻ അങ്ങനെ വരുന്നുണ്ട്, എനിക്കിങ്ങനെ ചെറിയ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാല് കിട്ടി ഞാനും പറഞ്ഞിട്ടേ. കണ്ണൻ എന്താ ചെയ്തേറി എനിക്ക് ചിരിക്കാൻ പറ്റിയില്ല. എന്തേ? കണ്ണൻ വേഗം പോയി ആ പാത്രാണ്ട് എടുത്തു.
ഇവിടെ പാലില്ലേ, പിന്നെ എന്തിനാ പാത്രം എന്നും പറഞ്ഞ ഞാൻ നിൽക്കണത് കണ്ട് എന്റെ അടുത്ത് കൊണ്ടുവന്ന ഒരൊറ്റ ഏറാണ് ചോദേ. അതാണ് പാത്രം പൊട്ടിക്കുക. വിഭജതി ചിന്നത്തി ഭാണ്ഡം വിനത്തി ദ്രവ്യാടാപേതകൃതകുപിതോ യാത്യുപക്രോച്യതോകാൻ. ഇന്നലെ പറഞ്ഞില്ലേ, ചന്തിക്കുള്ളിൽ ഓടിയ കക്കാൻ പറ്റിയിട്ടാലേ അല്ലെ നമ്മ ചെറിയ കുട്ടികളുടെ ചന്തിക്കുള്ളിൽ ഓടുക. ഇവിടേക്ക് ഒരുപാട് കഥകളെ തീർത്ഥകർമാമ്പലത്തിലൊന്നുണ്ട്. അങ്ങനെ എന്താ ഒരു സ്ത്രീ ഓടി വരികയാണ്, പരാതി എന്താ യശോദേ വാ. കണ്ണൻ ആ സ്ത്രീ കണ്ടപ്പോ തന്നെ യശോദ താരിയുടെ ഉള്ളിൽ മറിഞ്ഞെന്ന് തോന്നുന്നു. യശോദേ വാ, എന്താ എന്റെ മകനെ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്, താക്കോലും കൊണ്ടാ വന്നിരിക്കണ, വാതിലടച്ചിരിക്കണോന്നാ, പൂട്ടിയിട്ടാ വന്നത്. അവൻ പാല് കക്കാൻ കയറിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിശ്വാസമില്ലല്ലോ. വാ. അപ്പഴാ യശോദ ഇതാ നിൽക്കണു കണ്ണമ്പടെ, പിന്നെന്താ പൂട്ടി. ആ സ്ത്രീ ചെന്ന് നോക്കുമ്പോ എന്റെ മകനെ ഇത്ര കെട്ടിയിട്ടിരിക്കണേ. എന്നിട്ട് ആ സ്ത്രീ എറണാകുളത്തില് ഈ സ്ത്രീ ഭഗവാൻ പുറത്തു വെച്ച് കാണുന്നതാണ്. ഇന്ന് മകനെ കള്ളനായിട്ടില്ലോ, നീ എന്നെ പറ്റി ഏട്ടനി പറയാൻ വന്നാ നിങ്ങളുടെ ഭർത്താവും കള്ളനാവും കേട്ടോ എന്നാണ്. അപ്പൊ എന്തായാലും ഇമാതിരിയുള്ള കൈകൊണ്ട് കിട്ടിയിട്ടില്ലാൽ വല്ല ചൂളോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചിത്രം ചന്ദ്രവയുന ശിക്ഷേഷു തദ്വിത്. പാലെവിടെ ഇരിക്കണമെന്നൊക്കെ അവനറിയാം. അടിയിലെ കലം കുട്ടി പൊട്ടിച്ചിട്ടെങ്കിലേ ചോദേ കുടിക്കുന്നുണ്ട്. ചോദിക്കലൊക്കെ കേട്ടപ്പോ വരുന്നുണ്ട്, 4 ചെറിയും വരുന്നുണ്ട്. ചെറിയേക്കുമ്പോഴേ ഇവിടേക്ക് വരുക. യശോദ ഒടിയൊന്നും തല്ലാനൊന്നും പോയില്ല. കണ്ണനും എന്താ ഇത്തം സ്ത്രീഭി സഭയനയന സ്ത്രീമുഖാരോഗിനീഭി. അത് എത്ര നല്ല ആ വാക്ക്, സഭയനയന ശ്രീമുഖാൻ. ഭഗവാൻ ആ ഭയം ഇങ്ങനെ അഭിനയിച്ചിട്ടേ കണ്ണിൽ വെള്ളം നിറയുണ്ട്. ഓരോന്ന് വിളിച്ചാൽ തന്നെ തല്ലു കൊടുക്കാൻ കുറ്റം പറയാൻ വന്നിരിക്കാനെന്നുള്ള ഭാഗത്തിലുണ്ട്. കണ്ണിൽ വെള്ളം നിറച്ച് അമ്മയും ഗോപത്രികളെയും ഒക്കെ നോക്കണേ. ഗോപത്രികളാണെന്ന് വെച്ചാൽ അത് കാണാനൊരു രസാ. കണ്ണൻ്റെ ആ മുഖത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കുറേശ്ശെ കണ്ണീരിങ്ങനെ ശബ്ദമൊട്ടില്ലേ, ഇനി ഒട്ടി വീഴുണ്ടോന്ന് കണ്ട ഗോപത്രികളെ. അങ്ങനെ നിൽക്കുമ്പോൾ യശോദ എന്ത് ചെയ്തു, വെടിയിരുത്തിയിരുന്നു. ആദ്യം വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോഴേക്കോ കണ്ണൻ കരീനെ കണ്ടപ്പോഴേ വെടിയാണ്ട് കളഞ്ഞു. യശോദ ഇത് കണ്ടപ്പോൾ ബിരിക്കൊക്കെ കൊടുത്താലോ, യശോദേ അവനുണ്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അവനോട് പറ്റുമ്പോൾ പറ്റൂട്ടോ എന്നും പറഞ്ഞാൽ രശ്മി ഉണ്ടാക്കി അവരെ അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ കണ്ണനെ യശോദ തട്ടിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരു പ്രാവശ്യം കണ്ണൻ മണ്ണ് തിന്നണമെന്നും പറഞ്ഞൊരു പരാതി കുട്ടികളോ. ഈ ഗോപകുട്ടികൾക്കും ഉണ്ട് കണ്ണനോട് കുറച്ച് അസൂയ. ആരും തല്ലിയൊന്നുമില്ല. ഇവർക്കൊക്കെ 2 ദിവസവും കിട്ടണമുണ്ട്. അതെന്തായാലും കണ്ണനെ ഒരു ദിവസം തല്ലി പിടിക്കാൻ വേണ്ടിയിട്ടാണ് യശോദേ അമ്മോട് പറഞ്ഞു, അമ്മേ കണ്ണൻ മണ്ണ് പോവാ, ഇവിടെ വാ, നീ മണ്ണ് നിന്നോ. അതന്നെ നമ്മുടെ എന്നുള്ള വാക്ക്. അകം ആ വട്ടിലവാനമ്പ. അമ്മേ ഞാൻ നിന്നിട്ടില്ല. പിന്നെ ഈ പറയണോ, രാമനടക്കം പറയണ്ടല്ലോ നീ മണ്ണ് നിന്നോന്ന്. സർവേ മിഥ്യാഭിശംസിന. രാമനെന്താ പൊടി പറയാൻ പാടില്ലേ, ഒക്കെ പൊടി പറയണമ്മേ. അമ്മക്ക് ഇനിയിപ്പോൾ അങ്ങനെ സംശയം വെച്ചാൽ തിന്ന മണ്ണ് എൻ്റെ വായയിലുണ്ടാവില്ലേ ചോദിക്കണം. എന്നാ എന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു വടി ഇങ്ങനെ എടുത്ത് കൊടുന്നാൽ 2 കയ്യും പിടിച്ച് ഒരിക്കല വായ. ഭഗവാൻ വായയുടെ പിടിച്ചു. വായ പിടിച്ചപ്പോഴേക്കോ യശോദയ്ക്ക് പണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒമ്മ. പക്ഷെ അതൊക്കെ യശോദ മറന്നു. വായയിലെന്താ കണ്ട, ഏതദ്വിചിത്രം സകജീവകാല സ്വഭാവകർമാചയലിംഗഭേദം ശൂനോത്തനൗ വീക്ഷ്യ വിരാജിതാർത്ഥ്യേ വ്രജം തദാത്മാനം അവാപശങ്കാ. വിദാരിതാർത്ഥ്യേ ശൂനോത്തനൗ വ്രജം ആത്മാനം വീക്ഷ്യ. എന്താ ശങ്കാമ്മ. താനും നന്ദഗോപനും
പർവ്വതങ്ങളും പശുക്കളും സൂര്യചന്ദ്രന്മാരും എത്രയോ ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ വായിലങ്ങനെ ചുറ്റിച്ചിട്ട് കാണണം. നോക്കുമ്പോ എന്താ തൻ്റെ മുമ്പിൽ വേറൊരുത്തനും വായും പിടിച്ച് നിൽക്കുന്നു. ഇവിടെ ഭഗവാന്റെ വായിലുള്ളിൽ. യശോദയ്ക്ക് എന്താ വേണ്ടി എടുത്തിരുന്ന വടി തന്നെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വീണു. കയ്യിൽ നിന്ന് അങ്ങോട്ട് വീണിട്ട് ഒരു പ്രാർത്ഥനയാണ്. അർത്ഥം എന്താ? കിം സ്വപ്നയേ തൽക്കുടദേവമായ. ഇത് വല്ല സ്വപ്നാണോ? ദേവന്റെ മായയാണോ? കിംവാമതിയോ ബലബുദ്ധിമോഹ. അതോ എനിക്ക് വല്ല തെറ്റിദ്ധാരണയാണോ? അതോ അമുഷ്യൈവമർപ്പദത്യ യക്കൗച്ചന ഉൽപ്പത്തിക ആത്മയോഗ. അതോ എൻ്റെ കുട്ടിക്ക് വല്ല കഴിവുകൊണ്ടാണോ ഇതൊക്കെ കാണുന്നത്? ഭഗവാനെ അത്തോഗോചരം ചേതോ മനഃകർമ്മവചോഭിരഞ്ജത യദാശ്രയം യേന യത പ്രതീയത്തെ സുദുർവിഭവ്യം പ്രണതാസ്മി തൽപദം. യശോദ ആകെ അങ്ങോട്ട് പരിഭ്രമിച്ചു. എത്ര ആലോചിച്ചാലും ഒരു പിടിയും കിട്ടുന്നില്ല. മനസ്സുകൊണ്ടോ ചേതത്വമുണ്ടോ കർമ്മം കൊണ്ടോ ഒന്നും ആ പരമാത്മാവിനെ ആർക്കും അറിയാനും കഴിയില്ല. ആ പരമാത്മാവിലല്ലേ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത്. ഒടുക്കം പരമാത്മാവിനെയാണോ ഈ ഉണ്ണി? അതുകൊണ്ടാണോ വായിൽ ഇതൊക്കെ കാണുന്നത്? എന്നിട്ട് ഞാൻ എന്താ പരമാത്മാവായ ആ ഭഗവാനെ നമസ്കരിക്കുന്നു. എന്നിട്ടോ ഒരു പ്രാർത്ഥനയാണ്. അകമ്മമാതൗപതിരേഷമേഷുതു പ്രജേശ്വരത്യാകിലവിഷ്ടപാഠതി. എൻ്റെ ഉണ്ണിയാണ്, നന്ദഗോപുരൻ്റെ ഭർത്താവാണ്, ഞാൻ ഈ ഗോകുലത്തിൻ്റെ മുമ്പൻ നായികയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ചിന്തകൾ ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണോ ഉണ്ടാവുന്നത്? ആ മായയിൽ നിന്ന് എത്തിക്കണേ ഭഗവാനെ. എനിക്ക് ഞാൻ ഭഗവാൻ മാത്രമേ ചെയ്യാനുള്ളൂ പറഞ്ഞാൽ രണ്ട് കയ്യും തിരക്കിലും വെച്ച് കണ്ണീരായിട്ട് അവിടെ നിൽക്കണം. അപ്പൊ ഭഗവാൻ തോന്നി, ഈ കണക്കിന് അമ്മ നീ ഇന്നെ എടുക്കലുണ്ടാവില്ല, കാവി ഇട്ടു പോക്കേ ഉണ്ടാവുള്ളൂ എന്നാ. അപ്പൊ വേഗം എന്ത് ചെയ്തു? വായ കൂട്ടി. വായ കൂട്ടിയപ്പോഴോ യശോദൊക്കെ മറന്നു. കണ്ണനെടുക്കാണ്ട് കൂട്ടി ചെയ്തു. ശിവമാഷിയോട് വലിയിട്ടിട്ട് ചോദിച്ചു, ആരാ യശോദ? എന്നത്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഇവര് രണ്ടാളും കഴിഞ്ഞ ജന്മത്തില് ദ്രോണൻ എന്ന് പറഞ്ഞ വസു വരുന്ന നന്ദഗോപൻ, ധരാന്ന് പറഞ്ഞ ദ്രോണന്റെ ഭാര്യ ഇരുന്ന യശോദ. അന്ന് ബ്രഹ്മാവിനോടൊരു വരം വാങ്ങിയിട്ടുണ്ട്. ഭഗവാൻ ഭൂമിയിൽ എവിടെയെങ്കിലും എത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഭഗവാന്റെ ബാലലീല കാണണം. എന്നെന്താ അറിയോ? അതുകൊണ്ട് ഭക്തി വർദ്ധിക്കും, ജീവിതം ഭർത്താവും. ബ്രഹ്മാവ് ആ വരം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ബ്രഹ്മാവിന്റെ വാക്ക് സത്യാക്കാനാണ് ഗോകുലത്തിലെത്തിയത് അറിയാം. എന്തായാലും അതാണ് കഴിഞ്ഞതിന് ശേഷം ഇനി ഭഗവാന്റെ ലീലകളെ കുറച്ചും കൂടി അമ്മയ്ക്കും തൻ്റെ വികൃതി ഒന്ന് കാണിച്ചു കൊടുത്തളയാന്ന്. ഒരു ദിവസം യശോദ തൈര് കളിക്കരിക്കലാണ്. ആ കാലൊക്കെ നീട്ടി പഴയ മുത്തശ്ശിമാർ തൈര് ഇങ്ങനെ കിടക്കും അല്ലേ? പണ്ടത്തെ മുത്തശ്ശിമാർക്കൊക്കെ ആ ചെവിയൊക്കെ കുറച്ച് തൂങ്ങി കിടക്കും. ഇപ്പൊ അങ്ങനത്തെ ചെവിയുടെ ഒറ്റ മുത്തശ്ശിയെ പെടിയില്ല. ഞാനൊക്കെ എൻ്റെ അമ്മയുടെ ചെവി പിടിച്ച് വലിച്ചേരുന്നു. അത്ര വലുതായിട്ടും കൂടി എന്താ ആ തോടൊക്കെ ഇട്ട് വലുതാക്കിയിട്ടുള്ള ചെവി അങ്ങനെ ഉഴിഞ്ഞാല് പോലെ കിടക്കും. അപ്പൊ എന്തായാലും യശോദ അങ്ങനെയൊക്കെ ഒരു ചിത്രമാണ്. നല്ല കുണ്ടലങ്ങളൊക്കെ അതിൽ തൂക്കിയിട്ടുണ്ട്. കാല് രണ്ടും നല്ല തടി കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ വെള്ള പട്ട് സാരി ഒത്തിരിക്കുന്നത് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ ഒരു കയറുകൊണ്ട് അങ്ങനെ കെട്ടി രാവിലെ നീട്ട് രണ്ട് കാലിൽ നീട്ടി വെച്ച് തൈര് കലക്കലാണ്. ആ തൈര് കലക്കുമ്പോഴെങ്ങനെയാണ്? നല്ല ചിത്രട്ടോ ഇങ്ങനെയൊക്കെ. ക്ഷൗമം വാതപൃതുഘടിതേ വിപ്രതീ സൂത്രനത്തം സൂത്രനത്തം ക്ഷൗമം വാത പൃതുഘടിതേ വിപ്രതി. ആ വെള്ള സാരി കൊടുത്ത് പിന്നെയോ പുത്രജ്ഞേകസ്നുതകുജയുഗം ജാതകമ്പം യതുപ്രൂ. പുത്രനെ കൃഷ്ണനെ കാണുമ്പോഴേക്കും ആ കിടക്കുന്ന സ്ഥലങ്ങള് അതിങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് ആ തൈര് കളിക്കുമ്പോഴേ. എന്നിട്ടോ പറയണ
കങ്കണവും കുണ്ടനേച്ച കയറെടുത്ത ചില പാട്ടൊക്കെ പറയുന്നുണ്ട്. ധൈര്യം എടുക്കാൻ പാട്ടൊക്കെ ഉണ്ട് പണ്ടേ. അമ്പാടിയിൽ മേളമോടെ വസിക്കുന്ന കൃഷ്ണൻ കയ്യഴകൂ പറവ ഞാനുമില്ല പാലിൽ. അങ്ങനെയുള്ള പാട്ടൊക്കെ പാടുന്നുണ്ട്. ധൈര്യം കലക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഭഗവാൻ വന്ന് എല്ലാം കുടിച്ച് അവിടെ എന്നാ ഉണ്ണി മുല കുടിക്കണോ? വേഗം എടുത്ത് മുല കൊടുക്കാൻ തുടങ്ങണം. മുല കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഭഗവാന് പാല് കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടണേലൂ. അപ്പോഴേക്കും പാല് തകർന്ന് പോണ ശബ്ദം കേട്ടു. യശോദ ഓടി പോയി. ഓടി അങ്ങനെ പോയപ്പോഴേക്കും ഭഗവാൻ വന്ന് കുടിക്കാൻ കിട്ടിയിട്ടില്ല, പാല് കിട്ടിയില്ല. അപ്പോഴേക്കും കണ്ണൊക്കെ ഇങ്ങനെ തൊടുത്തു. കണ്ണിനൊരു പിടി ഒരുപാട് വെള്ളം കവളൊക്കെ തൊടുത്തിട്ടേ നമ്മളൊരു തൈരും പാലും ദേഷ്യം വന്നപ്പോ എന്തെങ്കിലും ഒരു ഇപ്പുറത്തൊരു കല്ല് ഒറ്റേറ തൈരും ധൈര്യം കല്ലാണ്ട് ഉറച്ചു പോകുന്നത്. ഇതിനെപ്പറ്റി ഒരു കഥ പറയും. മേപ്പത്തൂര് ഇവിടെ എഴുതാൻ വന്നപ്പോ പാറുട്ടിയിട്ടാശ്ശേരിയും കൂട്ടിയിട്ടാശ്ശേരി വന്നത്. മേപ്പത്തൂരിന്റെ ഭാര്യ രാജുഷാരുടെ മരുമകളാണ്. ശാസ്ത്രിയർക്ക് ഗുരുവായൂരപ്പം ദർശനം കൊടുത്തു. ഫ്രണ്ടിന് മേപ്പത്തൂരിനോട് പറഞ്ഞാൽ കിട്ടുമോ? കല്ലോട് തന്നെ ധൈര്യം കലർത്തത് കടകോലോണ്ടല്ല. ഇങ്ങനൊരു കഥ പറയും. എന്തായാലും ആ യശോദ ഇതിൻ്റെ കൊടുത്ത് ഭഗവാൻ പാല് വാങ്ങി വെച്ചു എന്നപ്പോ കാണാനില്ല. ഭഗവാൻ എന്താ കുറച്ച് വെണ്ണ കയ്യിലെടുത്തിട്ട് ഒരൊരലിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഭാഗത്ത് അത് കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കേണ്ട കുഴിച്ചിട്ട് ആരും തിന്നുണ്ട്. കണ്ടു യശോദ. ആദ്യം പറഞ്ഞു കാണില്ല, പിന്നെ പറഞ്ഞു ഞാൻ കിട്ടിട്ടോ. യോഗികൾക്ക് പോലും പ്രയാസം തന്നെയുള്ളൂ. യശോദ കണ്ടു. കണ്ടപ്പോ ഒന്ന് പനി ഉമ്മ വേഗം ഒരു വടി ഇങ്ങോട്ട് പൊട്ടിച്ചു. മെല്ലെ പെണ്ണിനെ പിടിച്ചു. നേരെ പോയി പിടിക്കണമെന്നും പറഞ്ഞാൽ ഒരലിൻ്റെ അടുത്തേക്കാണ് നടക്കുകയാണ്. യശോദ ഒരലിൻ്റെ അടുത്തെത്തലും കണ്ണനൊരു ചാട്ടവും ഒരു ഓട്ടം. യശോദ അപ്പൊ വടി മൂങ്ങിയിട്ട് പിന്നില്. കുറെ കഴിഞ്ഞാൽ ഭഗവാൻ നിൽക്കും. യശോദ നിൽക്കും. യശോദയ്ക്ക് ചുരുക്കി കിടക്കും. അപ്പം അവിടെ നിൽക്കും. ഭഗവാനും നിൽക്കും. അങ്ങനെ കുറെ കഴിഞ്ഞു. യശോദ നോക്കി ഉണ്ണി എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? വേഗം അപ്പം നിന്നു ഭഗവാൻ. എന്തിനാ പിടിച്ചോട്ടെ? പിടിച്ചു. പിടിച്ചിട്ടോ യശോദ പിടിച്ച പൊടിയാണ് ഉണ്ണി. ഭഗവാൻ മഞ്ഞപ്പട്ടിന്റെ നിറമൊക്കെ മാറിയെന്ന് പറയാ. അമ്മയെ ഞാൻ ചെയ്യാനും പറഞ്ഞാണ് കഴിയണം. അപ്പോഴേക്കും ഗോപത്രികളൊക്കെ വന്നു. ആ ഗോപത്രികളെ കണ്ടപ്പോ യശോദയ്ക്ക് ഗോപത്രികൾ യശോദേ അവനവന്റെ ധൈര്യം കലം പൊട്ടിച്ച പട്ടികൂടുണ്ടല്ലേ, ഞങ്ങൾ പറഞ്ഞപ്പോ തിരിച്ചു നിൽക്കരുന്ന. അപ്പോഴൊക്കെ യശോദി ഇന്ന് പനി ഒരു കാര്യം ഉണ്ട് കേട്ടോ. എന്താ നമുക്ക് ഈ ഒരലമ്പിൽ അവിടെ കെട്ടിയില്ല. ശിവമഹർഷി പറയാൻ വരിട്ടിട്ട് എന്തൊക്കെ അവസ്ഥ യശോദ പറയുന്നത്. നപൂർവന്നാപിചാപരം. പരമാത്മാവാണ് ഭഗവാൻ. ആത്മാവിന് അകണ്ടോ പുറണ്ടോ? പിന്നെ കിഴക്കുണ്ടോ വടക്കുണ്ടോ പടിഞ്ഞാറുണ്ടോ? ഉപാധി ഇല്ലതിനെ കെട്ടിടാൻ പറ്റൂ, ഉപാധി ഇല്ലാത്തതിനെ കെട്ടിടാൻ പറ്റില്ല. ആത്മാവിനെ കെട്ടിടാൻ പറ്റൂ. എന്തൊക്കെ അവസ്ഥ. കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് കയറെത്ര കൊടുന്നാലും തികയില്ല. 2 അങ്കുലം ഇങ്ങനെ കമ്മിയാൻ വീഴും. അപ്പോഴാണ് യശോദയ്ക്ക് മതിയായി. കയറ് കൊടുന്നിട്ട് അവസാനം കണ്ണനെ നോക്കി. അപ്പൊ കണ്ണനെ മനസ്സിലായി, ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ട. സ്വയമാതീർബന്ധനേ. അക്രം നോക്കിയാൽ കെട്ടി അടിച്ചാൽ കെട്ടിക്കോട്ടെ. കെട്ടി പൂർവ്വരമ അടച്ചിട്ടു എന്നാണ് അല്ലേ? ഭക്തി ഉണ്ടെച്ചാൽ ഒക്കെ സാധിക്കുന്ന. എന്നോട് ഉയ്യമ്മ അങ്ങനെ പറയും. അവിടെ ആമീൻ്റെ ഒരു സംസ്ഥാനമുണ്ട്. അപ്പൊ അവിടെ ഒരു സ്ത്രീ അവർക്ക് കൊടുത്ത് ഷാരൂടിക്ക് കൃഷ്ണന്റെ ആ വന്ന് നിന്ന സ്ഥാനം കാണണോ കാലടി കാണണോ എന്നൊക്കെ ചോദിച്ച് കൊണ്ടേ കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കാണുന്നില്ല കേട്ടോ, എനിക്ക് കാണുന്നുണ്ടെന്ന്. എന്താ കാരണം? അവർക്ക് ആ ശുദ്ധത ഉണ്ടെച്ചാൽ അവർക്ക് കാണും. നമുക്ക് അത്ര വൈകാം കാണാൻ തരാനില്ല. ഇവിടെ പറയാ യശോദ കെട്ടിയിട്ട് അവിടെ നിൽക്കാന്ന് പറഞ്ഞ് ഗോപത്രികളും യശോദയായിട്ട് പോവാണ്. ഭഗവാൻ എന്ത് തോന്നി? ഒരല അതും വലിച്ചാണ് നടക്കാനും തുടങ്ങി. നടന്നിട്ട് എവിടേക്ക് എത്തിയത്? അവിടെ 2 മരുത്ത് വൃക്ഷങ്ങളുണ്ട്. അവർ നളകൂപനും മണിഗ്രീവനുമാണ്. കഴിഞ്ഞ ജന്മത്തില് നാരദനെ പരിഹസിക്കാൻ പോയപ്പോ അവര്
അപ്പം നാരദൻ എന്ത് ചെയ്തു? 2 വൃക്ഷങ്ങളായിക്കോട്ടെ ശപിച്ചു. ഒരുപാട് പാപം കൂടുമ്പോഴും അത്രയും വൃക്ഷങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, നിൽക്കുന്നതൊക്കെ രാമൻ നായരോ ഗോപാലൻ നായരോ കോയിനുകുട്ടിയാരോ ഒക്കെ ആവും. പഴയ ജന്മങ്ങളിലെ പാപങ്ങളാണ്. അതെന്താ? ആ പാപം വളരെ വർദ്ധിക്കുമ്പോഴത്രേ വൃക്ഷാവുക. വൃക്ഷായ പിന്നെ ഉപകാരം അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പരോപകാരായ ഫലന്തി വൃക്ഷ പരോപകാരായ വകന്തി നദ്യ. അതാണ് വൃക്ഷമായിട്ടൊരു ജന്മം. വൃക്ഷമായിട്ട് അവിടെ നിൽക്കട്ടെ. ഇവര് വേഗം ഈ ശാപം കിട്ടിയവര് ഭഗവാനോട് ചോദിച്ചു, നാരദനോട്, നോക്കൂ, ശാപമോക്ഷം പറഞ്ഞ് കൃഷ്ണാവതാര കാലത്ത് കൃഷ്ണൻ എപ്പോൾ നിങ്ങളെ തുടർന്നോ നിങ്ങൾക്ക് അപ്പോൾ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടും. അതാണ് ഭഗവാൻ ഇവിടെ ഈ വർഷം വെച്ചാണ് പൂവലും മരം തടഞ്ഞു വീഴാൻ പോയപ്പോൾ 2 കൂടി ഇങ്ങനെ പിടിച്ചപ്പോഴേക്കോ അത് 2 മുടങ്ങി വീണു. 2 ഗന്ധർവന്മാർ ഗോപനും മണിക്രീവനുമായി അവര് ഭഗവാനെ വാട്ടി തുടിക്കുകയാണ്. കൃഷ്ണ സർവേശ്വര, ആ നല്ല മനുഷ്യനെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങേ കാണാൻ ഞങ്ങൾക്ക് ഇപ്പൊ സാധിച്ചത്. കൃഷ്ണ കൃഷ്ണമകായോഗിൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആദികാരണമാണ് അങ്ങ്. ഈ പ്രപഞ്ചം അതിന്റെ സ്വരൂപമാണ്. അങ്ങയുടെ സ്വരൂപമായിട്ട് ജ്ഞാനികൾ അറിയുന്നു. എല്ലാവരുടെ ദേഹമായും പ്രാണനായും ആത്മാവായും നിൽക്കുന്നത് ഭഗവാനാണ്. ഭഗവാനെ നാരദമായിട്ട് അനുഗ്രഹം കൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് അങ്ങേ കാണാൻ കഴിഞ്ഞത്. വാസുദേവ ഭാവത്തിൽ യാദവന്മാരുടെ മതിയായി വാഴുന്ന നാരായണ, അങ്ങയ്ക്ക് നമസ്കാരം. ഞങ്ങളുടെ ദാസന്മാരായിട്ട് ഞങ്ങളെ മാറ്റണേ. അതിനുള്ള വഴിയാണ് വാണീ ഗുണാനുഗതനെ. വാക്കുകൊണ്ട് അങ്ങയുടെ മാഹാത്മ്യം മാത്രം പറയാൻ കഴിയണം. ചെവികള് അങ്ങയുടെ കഥകളെ കേൾക്കണം. കൈകള് അങ്ങയെ കുടിക്കാനും മനസ്സുകൊണ്ട് എപ്പോഴും മരിക്കാനും കഴിയണേ അനുഗ്രഹിച്ചു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അവരെങ്ങനെ ഉയർന്നു പോവുകയാണ്. അപ്പോഴാണ് നന്ദഗോപൻ ഈ മരം വീഴുന്ന ശബ്ദം കേട്ട് ഓടി വരികയാണ്. ആ കയറഴിച്ചു വിട്ടു. യശോദയെ കുറച്ച് ചീത്ത പറഞ്ഞു. എന്തിനാ കുട്ടിയോട് വീതിയടിച്ച് അങ്ങനെയൊക്കെയാണോ ചെയ്യുക? ആ മരം മേലിക്കാൻ വീണാച്ചാല് മരമൊക്കെ മുകളിക്കാനും ആ മരങ്ങൾ ഗന്ധർവന്മാരായിട്ട് മുകളിൽ കൂടെ കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി പറയണം. എന്തായാലും വീണ്ടും കൃഷ്ണൻ ഗോകുലത്തില് നീ ആ വികൃതിന്റെ മോഷണയ്ക്കാണ്. ഗോകുലത്തികള് കൃഷ്ണനെ പല കളിയും കഴിപ്പിക്കും. കൃഷ്ണ ഒരു പാട്ട് പാടുമോ? ഓ. കൃഷ്ണൻ നൃത്തം വയ്ക്കുമോ? ഓ, നൃത്തം വയ്ക്കും. പിന്നെ ഇടയ്ക്ക് കൃഷ്ണ എൻ്റെ ചെരുപ്പുണ്ട് അവിടെ കിടക്കുന്നത്, നിർത്തിക്കൊണ്ടിരോ? വേഗം ചെരുപ്പ് അവിടെ കൊണ്ടിട്ട് കൊടുക്കാം. പിന്നെ ആ സ്റ്റൂളൊന്നും ഇങ്ങോട്ട് എടുക്കുകയോ? സ്റ്റൂളൊക്കെ എടുത്ത് ഇവിടെ വെച്ചാൽ കൈയും കാലും ഒക്കെ കുറച്ച് കുടയിട്ടേ ഭഗവാൻ. അയ്യോ, കഞ്ഞി മേടിച്ചു ഉണ്ണി, സാരല്ലേ, ഞാൻ ഒഴിഞ്ഞേരാട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ കൃഷ്ണനെ ഇങ്ങനെ ലാളിക്കൂലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു പഴക്കച്ചവടക്കാരി പഴം വേണോ എന്ന് ചോദിച്ചു അവിടെ എത്തി. ഭഗവാൻ ചോദിച്ചു, എന്ത് പഴം വേണോ ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് തരും. ആ സ്ത്രീക്കോ ഒരു മുത്തശ്ശിയാണ്. വളരെ സന്തോഷമായി. ഭഗവാൻ ആ പഴമൊക്കെ കൊടുത്തു. ഭഗവാനും കുട്ടിയൊക്കെ അത് തിന്നു. നോക്കുമ്പോൾ മുത്തശ്ശിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, വിൽക്കാൻ വന്ന ആളല്ലേ. വേഗം അകത്ത് പോയപ്പോൾ ഒരു മൂലയിൽ കുറച്ച് നെല്ല് കിടക്കുന്നുണ്ട്. ആ വിത്ത് എടുത്തിട്ട് ഓട്ട കയ്യാത്രേ. അത് വരുമ്പോൾ ഒക്കെ വഴിയിൽ കൊഴിഞ്ഞും പോയി. 2 മണിയും ബാക്കിയിടും. എന്നാലും ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ ഇത് കൊട്ടയിലേക്ക് ഇട്ട് തരാട്ടോ. കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തു. ആ സ്ത്രീ കൊട്ടയെടുത്ത് വീട്ടിലാണ് ചെന്ന് നോക്കുമ്പോൾ എന്താ? ഫലഭാണ്ഡമപൂരിച്ച, രത്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നല്ല തത്വങ്ങളാണ്. എന്താ ഇപ്പൊ നേരത്തെ പസുരന്മാരെ 2-3 കഴിഞ്ഞു, ബന്ധവും ആഗ്രഹമൊക്കെ. ഇനി ഓരോന്ന് ഈശ്വരാർപ്പണമായ കാര്യത്തിന്റെ അനുഭവം പറയണം. ഭഗവാന് നമ്മൾ സ്വൽപ്പാണ് കൊടുക്കണ ചാരം, അത് ഇരട്ടിയായിട്ടാണ് നമുക്ക് കിട്ടണത്. അത് മനസ്സിലാക്കുക. ഭഗവാന്റെ പ്രസാദം സ്വൽപ്പേ വേണ്ടു. പ്രസാദം കഴിച്ച് വയറ് വീർപ്പിക്കാൻ പാടില്ല എന്നാ പഴയ കാലത്തെ നിയമം. പ്രസാദം ഇവിടെ എത്താൻ പാടുമല്ലോ. ഇവിടുത്തെ എത്ര എത്താൻ പാടും, അതിൻ്റെ അപ്പുറത്തേക്ക് എത്തരുത്. പ്രസാദം എന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും കൊടുക്കുക. അപ്പം അമ്പലത്തിൽ പായസം വെച്ചു, എത്ര ആളൊക്കെ എത്തിക്കാൻ കഴിയുമോ അത്ര ആളൊക്കെ എത്തിച്ചാൽ അതിൻ്റെ പുണ്യം കൂടി നമുക്കുണ്ട്. അതിനൊക്കെയാണ് ഇങ്ങനത്തെ കഥകൾ. എന്തായാലും അന്ന് ഭഗവാന്റെ പത്മാളാണ്.
കർമാറിന് രാവിലെ യശോദ കണ്ണനെയും ബലരാമനെയും കുളിപ്പിച്ച് പോയി അമ്പലത്തിൽ പോയി ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിച്ച് വരുമെന്നും പറഞ്ഞയച്ചു. പക്ഷെ കുട്ടികൾ ഉച്ചവരെയും കാണാതെ ഉച്ചയാകുമ്പോൾ ഉണഴിക്കേണ്ട സമയമൊക്കെയായി. ആരും യശോദ കുറച്ച് രോഹിണി കുട്ടികളെ എവിടെയാ? രോഹിണി നോക്കിയപ്പോ അതാ ആ മണപ്പുറത്ത് നിന്ന് കളിക്കും. രോഹിണി വിളിച്ചാലൊന്നും വരില്ല. യശോദ കുറച്ച് ദൂരമൊക്കെ വേണേ കുട്ടികളെ വരാൻ കിട്ടാപ്പെടവാ. അല്ലാതെ ഇവിടെ വരുമോ എന്ന് ചോദിച്ചാലൊന്നും. കൃഷ്ണൻ പെട്ടെന്ന് ഒന്ന് പേടിപ്പിച്ചപ്പോ വേഗം വന്നു രാമനും. എന്നിട്ടൊരു പറയില്ല, പൂഴി കുട്ടപ്പന്മാരെ രാവിലെ കളിക്കാൻ പോയില്ല. നല്ല മലയാളം വാക്കാട്ടത്. ധൂളി ദൂസരിതാക എന്നാ മലയാളത്തിന് ഈ പൂഴി കുട്ടപ്പൻ എന്നുള്ള വാക്കേ കിട്ടുന്നത്. ഓടിയിൽ ആറാടിയിരിക്കുക. രാവിലെ കുളിപ്പിച്ചു വിട്ടതല്ലേ, ഒന്നും കൂടി കുളിച്ചു. പറഞ്ഞതല്ലേ പോയി അമ്പലത്തിൽ പോയോ? ഇല്ല, അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി വന്ന ഊണൊക്കെ കഴിക്കണം. ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ചില മിഠായി അവിടെ ഇവിടെയൊക്കെ പതിവുണ്ട് അല്ലേ. ഊണ് കഴിഞ്ഞിരുന്നാൽ പിന്നെ എങ്ങനെ അതന്നെ അവിടെ ഉണ്ടായിട്ട് ഇവിടെ കുറെ അപകടമൊക്കെ കാണാണ്ട് നമുക്ക് ഇവിടെ നിന്ന് താമസം മാറ്റിയെന്താ. ഇപ്പോൾ കൃഷ്ണന് വളരെ സ്നേഹമുള്ള ആളാണ് ഉപനന്ദൻ. അപ്പൊ മൂപ്പര് പറഞ്ഞത് ശരിയാ, ഇവിടെ എന്തൊക്കെ അപകടം ഉണ്ടായി, നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോവുക. അന്നല്ല അവര് വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റി. ആ വൃന്ദാവനത്തില് പോയപ്പോഴോ ഭഗവാൻ എന്ത് ചെയ്തു? അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഈ ചെറിയ കുട്ടികളെ 4-5 വയസ്സായി തുടങ്ങി. ഞങ്ങള് പശുക്കുട്ടികളെ വെച്ച് ഇവിടെ നടക്കട്ടെ, യമുനാ തീരത്ത് ഉച്ചയാകുമ്പോഴേക്ക് ഊണഴിക്കാറാവുന്നതോളം മടങ്ങി വരാം. നന്ദഗോപൻ സമ്മതിച്ചു. പിറ്റേ ദിവസം ഒക്കെ പശുക്കുട്ടികളായിട്ട് അതുപോലെ പശുക്കുട്ടിയെ വയ്ക്കാൻ തുടങ്ങണം. ശ്രീകൃഷ്ണ പശുക്കുട്ടികൾക്കൊക്കെ പാണ്ടി, ചൂട്ടി, മൈലി, കുറുമ്പി എന്നൊന്നുമല്ല പേരിട്ടത്. നമ്മളൊക്കെ അങ്ങനത്തെ പേരല്ല. അതിന് പകരം ഗംഗ, യമുന, ഗോദാവരി, കാവേരി അങ്ങനെ പശുക്കളെയൊക്കെ വിളിച്ച് യമുനാ തീരത്ത് അങ്ങനെ നടക്കും. എന്തായാലും അവിടെ പോയി നിൽക്കണ യമുന പടവാ. അപ്പോഴേക്കും പശുക്കൾക്കൊക്കെ ഏറ്റവും വലിയ ഇഷ്ടണ്ട പുല്ലിനേക്കാളും ഇഷ്ടമാണ് കൃഷ്ണന്റെ കാല് നക്കി തുടയ്ക്കാൻ. ആ കാല് നക്കി തുടച്ച് ആ വെയിലത്ത് ആ പശുക്കളുടെ കൂടെ ഭഗവാൻ ഇങ്ങനെ നടക്കണത് ഗരുഡൻ മൂടുന്ന് കാണുന്ന. ഗരുഡന് തോന്നത്രേ അരണ്യഭൂമിരവഗാതമാനം ടമാടപക്ലാന്തമിവേക്ഷമാണ പത്രാടപത്രേണ പരിധൃതേന വിയത്യത്തെ വിട്ടവിഹംഗരാജ. തൻ്റെ പുറത്തിരുന്ന് പോണ്ട ഭഗവാനാണ് ബാബാന്നും പറഞ്ഞ് വയർത്ത് കുടിച്ച് നടക്കുന്നത്. അപ്പൊ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരം എന്താ? വേഗം താണ് പറക്കട്ടെ ഭഗവാൻ നെല്ലും കൊടുത്തിട്ടേ. അങ്ങനെ ഭഗവാൻ പശുക്കളെയും വെച്ച് നടക്കുന്ന സമയത്താണ് അടികാസുരന്റെ വരവ്. അവൻ എന്ത് ചെയ്തു? ഒരു കാളക്കുട്ടിയുടെ വേഷം കിട്ടി. അതാണ് വത്സാസുരൻ. അവനോ ആ കാളക്കുട്ടിയുടെ വേഷം കിട്ടിയിട്ട് കൃഷ്ണന്റെ പശുക്കുട്ടികളുടെ കാളക്കുട്ടികളുടെ ഇടയിൽ അവിടെ വന്നു നിന്നു. ഭഗവാനും രാമനും ഇവനെ പോകുമ്പോ ഭഗവാൻ ഇത് കണ്ടു. കാളക്കുട്ടിയെ ഇങ്ങോട്ട് പിടിച്ചു. കേട്ടാ അത് നമ്മുടെ എല്ലാന്ന് പറയലും കഴിഞ്ഞു. അടുത്തൊരു വൃക്ഷമുണ്ട്, അതുപോലെ അങ്ങോട്ട് അടിക്കലും കഴിഞ്ഞു. അടിച്ചപ്പോഴേക്കോ അതാണ് വത്സാസുരൻ. അവനെ കൊന്നു. ദേവന്മാരൊക്കെ ആകാശത്തുണ്ട്. അവര് പുഷ്പവൃഷ്ടി ധാരാളം. എന്താ കൃഷ്ണനെ മായ ബാധിച്ചിട്ടില്ല. ആ കാളക്കുട്ടി എത്ര വേഗം അറിഞ്ഞത് ആ അസുരനെ കൊന്നത്. അതുകൊണ്ടാണ് അവര് കൃഷ്ണാക്ഷാന്നും വിളിച്ച് ധാരാളം പുഷ്പവൃഷ്ടി. ഗോപന്മാർക്ക് അത്ഭുതമായി. കൃഷ്ണ ഈ കാളക്കുട്ടിയെ കൊണ്ടപ്പോ എവിടുന്നായി പൂവൊക്കെ വീണതായി. കൃഷ്ണൻ കാണിച്ചു കൊടുത്തു, ഈ മരത്തിന്റെ മുകളിൽ നിന്നാണ്. അവര് നോക്കി, മരത്തിന്റെ മുകളിൽ പൂവില്ലല്ലോ കൃഷ്ണ, ഒക്കെ താഴത്തേക്ക് വേണ്ടിയാ, പിന്നെ എങ്ങനെ അതിന്റെ മുകളിൽ ഉണ്ടാവുകയായി. മറ്റത് മിണ്ടാൻ പോയില്ല എന്ന്. എന്തായാലും ആ കുട്ടികളെ ഇത് വത്സാസുരനെ കൊല്ലലാം. ഈ വിവരം ഗോകുലത്തിൽ പോയി പറയണം. പിറ്റേ ദിവസവും അവര് പശുവിനെയും വെച്ച് വരുമ്പോഴാണ് ഈ വത്സാസുരന്റെ ഏട്ടനാണ് ബദാസുരൻ. വലിയൊരു കെട്ടി കുട്ടികൾ പറഞ്ഞു, ഇതിനി കൃഷ്ണണ്ടല്ലോ, നമുക്ക് പേടിക്കേണ്ട അടുത്ത് കൂടി പോകാം. കൃഷ്ണൻ അടുത്ത് കൂടി ചെന്നപ്പോഴേക്കും അത് വന്ന കൃഷ്ണനെ വിഴുങ്ങിയപ്പോഴോ
തൊണ്ടയിലെത്തിയപ്പോൾ ചൂട് സഹിച്ചില്ല അത്രേ. വേഗം ഛർദ്ദിച്ചപ്പോൾ ഭഗവാൻ അവൻ്റെ പുക്ക് പിളർന്ന് അവന് മോക്ഷം കൊടുത്തു. അതാണ് ബകാസുരൻ. ഇത് രണ്ടും നല്ല തത്വങ്ങളുണ്ട്. കാളക്കുട്ടി, കാള എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നാണ് സംസ്കൃതത്തിലെ അർത്ഥം. കാളയ്ക്കും ധർമ്മത്തിനും ഒരു പേരാ. കപടധർമ്മങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ എപ്പോഴും ഉണ്ട് അല്ലേ? ഡിസംബർ 25 ഒരു കേക്ക് മുറിക്കലും പേരെഴുതി മുറിക്കല, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടില്ല. മറുനാളിന് വർക്ക് കൊളുത്താനാ പറഞ്ഞിരിക്കുന്നത്, മെഴുകുതിരി ഊതാനല്ല. ഇതൊക്കെ നമ്മളിപ്പോ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ? ആ വക സംസ്കാരങ്ങള് വിപരീതാണ്. അതിനെ കാണിക്കാതെ കപടധർമ്മം, ഭക്തി ശുദ്ധായ ഈ വക കപടധർമ്മങ്ങള് തന്നെ ഇല്ലാണ്ടാവും. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പലരും ഉണ്ട്. ക്രിസ്തുമസായ നമ്മുടെ മതേതരം കാണിക്കാൻ ഒരു ലാമ്പ് തൂക്കലാരും അല്ലേ? പല ഹിന്ദു വീട്ടുകളിലും കാണാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഓണക്കാലത്ത് ഏതെങ്കിലും മറ്റു മതക്കാരുടെ വീട്ടിൻ്റെ മുകളിൽ ഒരു തൃക്കാലപ്പനെ വെക്കുന്നത് നിങ്ങൾ കാണിച്ചു തരും. അതെന്താ? അവർ ഈ കപടധർമ്മല്ലേ അവരുടെ ധർമ്മം അവർ ചെയ്യണത്. നമ്മൾ നേരെ മറിച്ച മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് അധികം താല്പര്യം. എന്താ അതിൻ്റെ തത്വം എന്ന് അറിഞ്ഞിട്ടല്ല ചെയ്യാം. എപ്പോ അറിയോ? അതിൻ്റെ തത്വം എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം. അതാണ് ഭക്തി വർദ്ധിച്ചാൽ ഈ കപടധർമ്മത്തില് താല്പര്യം ഉണ്ടാവില്ല. അടുത്തത് ബകാസുരനെ കൊല്ലല. എന്താണ്? അമ്പലം മുഴുങ്ങിയോട് സൂക്ഷിച്ചോളൂ. കൊക്ക് പിളർന്ന് കൊല്ലും ഭഗവാൻ. ഭഗവാനെ വിഴുങ്ങി കഴുത്തിലെത്തിയപ്പോഴാണ് എന്തുണ്ടായത്? ചൂട് സഹിക്കാൻ വയ്യാണ്ടേ. എപ്പോഴും ദേവത്വവും ബ്രഹ്മത്വവും ഒക്കെ അപകടം പിടിച്ചതാണ് എന്ന തത്വം കാണിക്കാനാണ് ബകാസുരനെ കൊല്ലല്. എന്തായാലും ഇനി അടുത്തത് അകാസുരനെ കൊല്ലല്. അതെന്താർത്ഥം? ഇനി പാപം തന്നെ ഒരു തൊഴിലായിട്ട് വരിക. എല്ലാ പാപങ്ങളും അത് പെരുമ്പാമ്പിന്റെ രൂപത്തിലാ വരിക. അതെന്താർത്ഥം? പ്രപഞ്ചത്തിലെല്ലാം വിഴുങ്ങണവരെയാണ് പെരുമ്പാമ്പ് എന്ന് പറയാ. അതന്നെയാ പാപവും. നമ്മളിപ്പോഴും ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്രേന ഭുഞ്ജീത. എപ്പോഴും ത്യാഗമായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം. ഭോഗാവരുത്. ഭോഗികളൊക്കെ ആരാ? പെരുമ്പാമ്പ്.